പ്രിയമുള്ള വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളുമൊത്ത് ചിന്തിക്കുവാനായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദപശ്ചാത്തലം വിശുദ്ധനായ ലൂക്കോസ് എവങ്കേലിസ്തയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 11-12 വാക്യമാണ്. നിങ്ങളുടെ മക്കൾ നിങ്ങളോട് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുന്നവരാണോ നിങ്ങളെന്നുള്ളതാണ് 3 ചോദ്യങ്ങൾ. പിതൃപുത്രാധിഷ്ഠിതമായ ബന്ധങ്ങളിലൂടെ തന്നെ കൂടിയിരുന്ന ജനതയെയും തന്റെ പ്രിയപ്പെട്ട ശിഷ്യ സമൂഹത്തെയും തമ്പുരാൻ ജഡാവതാരത്തെ പ്രണയിച്ച പുത്രൻ തമ്പുരാൻ പഠിപ്പിക്കുന്ന മനോഹരമായ ഉപമയെന്നോ ഉപമാനമെന്നൊക്കെ വിളിക്കാവുന്ന ഒരു അലങ്കാര പ്രയോഗമാണിത്. യഥാർത്ഥത്തിൽ ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇല്ലേ? അറിയാം. പ്രത്യേകിച്ച് ലൂക്കോസ് എവങ്കേലിസ്ത ജനകീയ ദൈവശാസ്ത്രത്തിന്റെ വക്താവാണ്, വൈദ്യനാണെങ്കിലും അദ്ദേഹം വരച്ചു കാണിക്കുന്ന വലിയ ചിത്രങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് യേശുതമ്പുരാന്റെ ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം എന്താണെന്നറിയാമോ? എന്താ പശ്ചാത്തലം? യേശുതമ്പുരാന് 2 പ്രേക്ഷിത ദൗത്യമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ബഥേലിലും ബഥാനിയിലും ബത്സയിദയിലും ബത്ഫാഗയിലും ബത്ലഹേമിലും ഒക്കെ നീളുന്ന അവന്റെ 33.5 വർഷത്തെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ പറയേണ്ടി വരുന്നു, സുവിശേഷ പ്രകാരം, പ്രത്യേകിച്ച് സമവീക്ഷണ സുവിശേഷ പ്രകാരം 2 പ്രേക്ഷിത ദൗത്യങ്ങൾ മാത്രമേ ക്രിസ്തു ചെയ്യുന്നുള്ളൂ. അതിൽ 1-ാമത്തെ പ്രേക്ഷിത ദൗത്യം എവിടെയാന്ന് പറഞ്ഞേ? ഗലീലയിലെ പ്രേക്ഷിത ദൗത്യവും 2-ാമത്തെ പ്രേക്ഷിത ദൗത്യം യെരൂശലേമിലെ പ്രേക്ഷിത ദൗത്യമാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധനായ ലൂക്കോസ് എവങ്കേലിസ്തയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 51-ാം വാക്യം മുതൽ വിശുദ്ധ ലൂക്കോസ് എവങ്കേലിസ്തയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം വരെ യേശുതമ്പുരാന്റെ 1-ാമത്തെ പ്രേക്ഷിത ദൗത്യമായ ഗലീലയിലെ പ്രേക്ഷിത ദൗത്യം അവസാനിപ്പിച്ച 2-ാമത്തെ പ്രേക്ഷിത ദൗത്യമായ യെരൂശലേമിലേക്കുള്ള പ്രേക്ഷിത ദൗത്യത്തിന് വേണ്ടി പോകുന്ന ആ വഴിത്താരയിൽ ക്രിസ്തു പറഞ്ഞ മനോഹരമായ സാക്ഷ്യങ്ങളും ഉപമകളും ഒക്കെയാണ് ഇതെന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ വിശുദ്ധനായ ലൂക്കോസ് എവങ്കേലിസ്തയുടെ സുവിശേഷം 11-ാം അധ്യായം അത് ഗലീലയിലെ പ്രേക്ഷിത ദൗത്യം വളരെ വിജയകരമായി പരിസമാപ്തി കുറിച്ച തന്റെ 2-ാമത്തെയും അവസാനത്തെയും പ്രേക്ഷിത ദൗത്യത്തിന് വേണ്ടി പോകുന്ന ആ വഴിത്താരകളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് പ്രിയമുള്ളവരെ. 3 ചോദ്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. നിങ്ങളുടെ മക്കൾ, അല്ലെ, പലയാവർത്തി വായിച്ചിട്ട്, നിങ്ങളുടെ മക്കൾ നിങ്ങളോട് അപ്പം ചോദിച്ചാൽ എന്ത് കൊടുക്കുമോ? കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ മുട്ടയ്ക്ക് പകരം തേളിനെ കൊടുക്കുമോ? ബാക്കിയുള്ള വേദഭാഗം നിങ്ങൾക്ക് അറിയാവുന്നവരാണല്ലോ, അല്ലേ? തീർച്ചയായിട്ടും അറിയാം. അപ്പൊ 3 ചോദ്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. ചോദ്യത്തിന്റെ ഉത്തരമുണ്ടോ? ഇവിടെ ഉണ്ടോ? ഒന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാനൊരു ഭീകരനാണെന്നൊക്കെ തോന്നിയാലും സത്യത്തിൽ എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം ഞാനൊരു പാവമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒന്ന് പറഞ്ഞു, യഥാർത്ഥത്തിൽ ക്രിസ്തു ഈ ചോദ്യം ഇവിടെ ചോദിക്കുന്ന ഉത്തരമുണ്ടോ? ഇവിടെ ഉണ്ടോ? ഇല്ല. ഇല്ല പ്രിയമുള്ളവരെ. ചോദ്യത്തിന്റെ അർത്ഥവുമില്ല, ഉത്തരവുമില്ല. 2025 ഈ കാലഘട്ടത്തിൽ മതജീവിതത്തിന്റെ വേലിക്കെട്ടുകൾക്കുള്ളിൽ സുഖജീവിതം നയിക്കുന്ന നമ്മളോട് പ്രിയമുള്ളവരെ, ഈ ചോദ്യങ്ങൾ എന്താണ് പറയുന്നെന്നുള്ളത് വാക്കുകളിലൂടെ അർത്ഥങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തമ്പുരാൻ പലവിധമായ ചോദ്യങ്ങൾ അവൻ ചോദിക്കുന്നുണ്ട്. പല ചോദ്യങ്ങൾക്കും അവൻ ഉത്തരങ്ങളുണ്ടെങ്കിലും പല ചോദ്യങ്ങൾക്കും മൗനം പാലിക്കുന്ന ക്രിസ്തുവിനെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ? പരീക്ഷ സാധിക്കന്മാരുടെ കപടതയുടെ മുഖം മൂടികൾ വലിച്ചു കീറിക്കൊണ്ട് നിലത്ത് മൗനമായിരുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണുന്നു. ഹെരോദാവിന്റെ കുറുക്കത്തരങ്ങളോട് പ്രതികരിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണുന്നു. പിതാവിന്റെ ആലയത്തെ കച്ചവടവൽക്കരിക്കുമ്പോൾ ഇന്നിന്റെ ആത്മീയ കച്ചവടങ്ങളോട് ചാട്ടവാർ എന്ന് പ്രതികരിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണുന്നു.
സത്യം എന്നാൽ എന്താ എന്ന ചോദ്യത്തിന് മൗനം പാലിക്കുന്ന ക്രിസ്തുവിനെ കാണുന്നു. അങ്ങനെ പലവിധമായ രീതിഭാവങ്ങളിൽ സുവിശേഷം പ്രിയമുള്ളവരെ ക്രിസ്തുവിനെ അടയാളപ്പെടുത്തുന്നുണ്ടെങ്കിലും എല്ലാ ചോദ്യങ്ങൾക്കും അവൻ ഉത്തരമുണ്ട്. എന്നാൽ പല ചോദ്യങ്ങൾക്കും മറുചോദ്യം ചോദിക്കുന്നുണ്ട്, പല ചോദ്യങ്ങൾക്കും മൗനം പാലിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചോദ്യത്തിന്റെ അർത്ഥവും ചോദ്യത്തിന്റെ ഉത്തരമൊന്നും പറഞ്ഞില്ലെങ്കിലും ഇന്നിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളോട് ഈ ചോദ്യം എന്താണ് പറയുന്നതെന്ന് മാത്രം പറയുവാനായിട്ടാണ് ഇന്ന് ഈ സന്ധ്യ ദൈവനാമത്തിൽ ചിന്തിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ മക്കൾ നിങ്ങളോട് അപ്പം ചോദിച്ചാൽ ഒന്ന് പറഞ്ഞേ, മകളെ വീട്ടിൽ പ്രശ്നമെല്ലാം ഉണ്ടാക്കിയിട്ടാണോ ഇന്ന് വന്നത്? അമ്മയോടും ഡാഡിയോടും നല്ല വിഷയമെല്ലാം ഉണ്ടോ ഇന്ന്? ഇല്ല, ഒന്ന് പറഞ്ഞേ. നിങ്ങളുടെ മക്കൾ നിങ്ങളോട് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? യഥാർത്ഥത്തിൽ പിതൃപുത്രാധിഷ്ഠിതമായ ബന്ധങ്ങളിലൂടെ അനന്തര തലമുറകളെ എങ്ങനെ വളർത്തണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പ്രിയമുള്ളവരെ ഈ 3 ചോദ്യങ്ങളും ക്രിസ്തു അവതരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ മക്കൾ നിങ്ങളോട് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? എന്താ ഈ അപ്പം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം രുചിയുള്ളതാണ്, അല്ലയോ? ഗുണമുള്ളതാണ്, ഊർജമുള്ളതാണ്. അതിന്റെയൊക്കെ അപ്പുറം അപ്പം ദഹനശേഷിയുള്ള ആഹാരമാണ്, ഡൈജസ്റ്റീവ് ഫുഡ്, അല്ലേ? ഞാൻ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മുഖം കാണുമ്പോൾ ഞാൻ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, സംശയം ചോദിച്ചാൽ ഈ അച്ഛൻ എന്ത് തോന്നും? അച്ഛൻ ഒരു കുന്തവും തോന്നത്തില്ല, നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഞാൻ പറയാൻ ബാധ്യസ്ഥനാണല്ലോ. അപ്പൊ അതുകൊണ്ട് ചോദിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ. പ്രിയമുള്ളവരെ, അപ്പം രുചിയുള്ളതാണ്, ഗുണമുള്ളതാണ്, ഊർജമുള്ളതാണ്. അതിന്റെ അപ്പുറം ദഹനശേഷിയുള്ള ആഹാരമാണ് എന്ത്? അപ്പം. എന്നാൽ കല്ലോ ദഹനശേഷിയുള്ള ആഹാരമാണോ? അല്ല. അപ്പൊ തമ്പുരാന്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് പ്രിയമുള്ളവരെ, അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ എന്നതിന്റെ അർത്ഥം ദഹനശേഷിയുള്ള ആഹാരം ചോദിക്കുന്ന നിങ്ങളുടെ തലമുറയ്ക്ക് നിങ്ങൾ ദഹനശേഷിയില്ലാത്ത കല്ല് കൊടുക്കുന്ന മാതാപിതാക്കന്മാരാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ദഹനശേഷിയുള്ള ആഹാരം ചോദിക്കുന്ന തലമുറയ്ക്ക് ദഹനശേഷിയില്ലാത്ത ആഹാരം കൊടുക്കുന്നവരാണോ നിങ്ങളെന്നുള്ളതാണ് ചോദ്യം. എന്താ ഈ ദഹനശേഷിയുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ സാമൂഹികവും നമ്മുടെ രീതി പറഞ്ഞാൽ ആത്മീകപരമായ ആഹാരമാണ് എന്ത്? ദഹനശേഷിയുള്ള ആഹാരം. ഈ ലോക ജീവിതത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് ജീവിക്കുവാൻ വേണ്ടുന്ന സാമൂഹികവും ആത്മീകപരമായ ആഹാരമാണ് എന്ത്? ദഹനശേഷിയുള്ള ആഹാരം. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, നാം ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ഈ സാമൂഹികവും ആത്മീകപരമായ ജീവിതം എന്ന 2 ജീവിതം ഓർത്തഡോക്സ് വേദശാസ്ത്രത്തിൽ ഇല്ല. ഓർത്തഡോക്സ് വേദശാസ്ത്രങ്ങളുടെ അർത്ഥങ്ങൾ ആഴമായി ഒന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും, പെന്തക്കോസ്തുകാരനും പ്രൊട്ടസ്റ്റന്റ് കൾട്ടിക് കരിസ്മാറ്റിക് പ്രിസ്ബിറ്റേറിയൻ സഭയിൽപ്പെട്ടവർ പറയട്ടെ, ആത്മീകവും സാമൂഹികപരമായ ജീവിതമുണ്ടെന്ന്. എന്നാൽ ഒരു ഓർത്തഡോക്സുകാരന് സാമൂഹ്യപരമായ ജീവിതം ഇല്ല. യഥാർത്ഥത്തിൽ ആത്മീകപരമായ ജീവിതമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ആത്മീകവും സാമൂഹ്യപരമായ 2 ജീവിതം എന്ന് പലപ്പോഴും അടയാളപ്പെടുന്നത് എങ്ങനെയാണ്? ഈ ദേവാലയത്തിന്റെ ഉള്ളിൽ വന്ന് നമ്മൾ ഇരുന്നു, ഇത് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ഭാഗമോ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമോ എന്ന് പറഞ്ഞു? ആത്മീയ ജീവിതത്തിന്റെ ഭാഗം. നമ്മൾ ഇതിനുശേഷം നാളെ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഇതിനു ശേഷം ഇറങ്ങുന്നു. വാഹനമില്ലാത്ത ഒരാൾ നമ്മുടെ അയൽവാസിയായി ഇവിടെ വന്നിട്ടുണ്ട്. അവരെ നമ്മുടെ കാറിൽ കയറ്റി അവരുടെ വീട്ടിൽ കൊണ്ടുവിടുക. ഇത് നമ്മുടെ സാമൂഹികമോ ആത്മീകമോ? സാമൂഹികം എന്നാണ് നമ്മൾ വിചാരിച്ചത്, എന്നാൽ അല്ല. ആത്മീക ജീവിതത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ സാമൂഹിക ജീവിതം ഒരു ഓർത്തഡോക്സുകാരനില്ല പ്രിയമുള്ളവരെ. ഈ സാമൂഹിക ജീവിതം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ഭാഗമായി കരുതേണ്ട സുന്ദര സങ്കല്പം എന്ന് പറഞ്ഞാൽ, ദേവാലയത്തിന്റെ ഉള്ളിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് നിന്നെങ്കിൽ അത് ആത്മീയതയുടെ ഭാഗമാണെങ്കിൽ, തെരുവോരങ്ങളിൽ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ഭിക്ഷാടനം നടത്തുന്ന യാചക ഭിക്ഷുവിനോട് തോന്നുന്ന സഹാനുഭൂതിയും സഹവർത്തിത്വവും
നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ഭാഗമല്ല, അത് സാമൂഹ്യ ജീവിതമല്ല. ഇത് യഥാർത്ഥത്തിൽ മലങ്കര സഭയ്ക്ക് പരിചയപ്പെടുത്തിയത് ആരെന്നറിയാമോ? മലങ്കര സഭയുടെ പണ്ഡിത ശിരോമണി എന്നറിയപ്പെടുന്ന ഭാഗ്യസ്മരണാർഹനും പുണ്യശ്ലോകനുമായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച ഒരു സിദ്ധാന്തമല്ല ഇത്. ആദ്യ നൂറ്റാണ്ടുകളിലൊക്കെ ജീവിച്ചിരുന്ന നാസിയാൻസിലെ വിശുദ്ധ ഗ്രിഗോറിയോസിന്റെ രചനയിൽ നിന്നാണ് ഇത് സഭയ്ക്ക് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി പരിചയപ്പെടുത്തുന്നത്. അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, അക്കലൂത്തിയ. എന്താ അക്കലൂത്തിയ? ഒരു ഗ്രീക്ക് ടേം യഥാർത്ഥത്തിൽ. എന്ന് പറഞ്ഞാൽ സാമൂഹിക ജീവിതവും ആത്മീക ജീവിതം എന്ന രണ്ട് ജീവിതമില്ല, എല്ലാം നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ഭാഗമായി കരുതണം. അതുകൊണ്ടാണ് ആരാധനയ്ക്ക് ശേഷമുള്ള ആരാധന എന്ന തരത്തിലാണ്, ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി എന്നുള്ള തരത്തിലാണല്ലോ നമ്മൾ ഈ സാമൂഹികമെന്ന് നമ്മൾ അടയാളപ്പെടുത്തുന്ന കാര്യങ്ങൾ പോലും നമ്മൾ കരുതിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദഹനശേഷിയുള്ള അല്ലെങ്കിൽ അനന്തര തലമുറക്ക് സാമൂഹിക ആത്മീകപരമായ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ഭാഗമായി കരുതി അതിനെ പങ്കുവെക്കുവാനായിട്ട് ഇന്നിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ നമുക്കറിയാം, യഥാർത്ഥത്തിൽ ഒരു പ്രകാശമായി നമ്മുടെ ജീവിതങ്ങൾ മാറേണ്ടിയിരിക്കുന്നു. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് ക്രിസ്തു പറയുമ്പോൾ ആ പ്രകാശത്തിന്റെ വാഹകരായി ഞാനും നിങ്ങളും മാറണമെന്നുള്ള പ്രകാശം, വെളിച്ചം, വിളക്കുകൾ എല്ലാ മതങ്ങളിലും യഥാർത്ഥത്തിൽ ഈശ്വര സാന്നിധ്യത്തിന്റെ സ്ഥലമായിട്ടും അല്ലെങ്കിൽ പ്രതീകമായിട്ടൊക്കെയാണ് കരുതുന്നത്. പ്രകാശത്തിന്റെ ഉത്സവങ്ങൾ പോലും കൊണ്ടാടുന്ന മതങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇല്ലേ? ഹൈന്ദവ പാരമ്പര്യത്തിൽ പ്രകാശത്തിന്റെ ഉത്സവമാണ് ഇപ്പോൾ ഈ ദേശമൊക്കെ വലുതായിട്ട് ആഘോഷിച്ച ദീപാവലി. യഥാർത്ഥത്തിൽ യഹൂദ പാരമ്പര്യത്തിൽ പ്രകാശത്തിന്റെ പെരുന്നാളാണ് ഹനൂക്ക പെരുന്നാൾ. യഥാർത്ഥത്തിൽ ക്രൈസ്തവ പാരമ്പര്യത്തിലും പ്രകാശത്തിന്റെ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നു. ഏതാ പെരുന്നാൾ? എന്റെ അച്ഛ, ഞങ്ങൾ പലവിധമായ പെരുന്നാൾ ആഘോഷിക്കുന്നു. ആ ക്രിസ്മസിന് സ്റ്റാർ ഇടുന്നോണ്ടല്ലയോ അങ്ങനെ പറഞ്ഞത്? എന്നാൽ അല്ല, ക്രിസ്തുമസ് ഒന്നുമല്ല. ദനഹ പെരുന്നാൾ പ്രകാശത്തിന്റെ ഉത്സവമാണ്, പ്രകാശത്തിന്റെ പെരുന്നാളാണ്. ഏത്? ദനഹ പെരുന്നാൾ ക്രൈസ്തവ പാരമ്പര്യത്തിലുമുണ്ട്. അപ്പോൾ നമ്മൾ പ്രകാശത്തിന്റെ വാഹകരാണ്, പ്രകാശത്തിന്റെ മക്കളായി ദഹനശേഷിയുള്ള ആഹാരങ്ങൾ നമ്മുടെ ജീവിതം കൊണ്ട് സമൂഹത്തിന് കൊടുക്കുവാൻ വേണ്ടിയുള്ള വലിയ ക്ഷണമാണ് പ്രിയമുള്ളവരെ നമ്മളായിരിക്കുന്നത്. അതുകൊണ്ടാ വെളുപു നിറഞ്ഞോരീശോ എന്നൊക്കെ നമ്മൾ പാടുകയും അടുത്ത ദിവസം കത്തിച്ച മെഴുകുതിരികൾ പിടിച്ചുകൊണ്ട് പ്രദക്ഷിണം നടത്തുന്നതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ പ്രകാശത്തിന്റെ മക്കളാണ്, പ്രകാശത്തിന്റെ വാഹകരാണ്. ഈ പ്രകാശത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാ നമ്മൾ ഈ വലിയ ഈ പെരുന്നാളിന്റെ പ്രദക്ഷിണമൊക്കെ നടത്തുന്നു എന്നുള്ളത് ചിന്തിച്ചു നോക്കണം. ഇപ്പൊ സന്ധ്യാസമയമായി ഹൈന്ദവ ഭവനങ്ങളിലേക്ക് ചെന്നാൽ കാണാൻ പറ്റുന്ന മനോഹരമായ ഒരു കാഴ്ചയുണ്ട്. എന്താ പറയുക? ഇരുട്ടുള്ള കട്ടളപ്പടിയുടെ മുമ്പിലേക്ക് ഒരു നിലവിളക്ക് കത്തിച്ച് ദീപം 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 എന്ന് പറഞ്ഞുകൊണ്ട് ഭവനത്തിന്റെ കുടുംബിനി കൊണ്ട് പ്രതിഷ്ഠിക്കുന്നുണ്ട്. അർത്ഥം ഇത്രമേ ഉള്ളൂ, തമസോമ ജ്യോതിർഗമയ എന്ന് പറഞ്ഞാൽ അന്ധകാര നിബിഡമായ ജീവിതത്തിൽ എന്റെ ജീവിതം, എന്റെ തിരുനാളം പ്രകാശമായി മാറണമെന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പ്രഭാത നമസ്കാരത്തിൽ പാടുന്നുണ്ട്, ഋജുമതികൾ ഇരുളിൽ ദുതിയുള്ളതായി ദുതിയുദയം ചെയ്തൻ കർത്താവ് എന്ന ഈ ആശയം തന്നെയാണല്ലോ പ്രിയമുള്ളവരെ നമ്മളും പാടുന്നത്. അതുകൊണ്ട് ദഹനശേഷിയുള്ള ആത്മീകപരമായ ആഹാരങ്ങൾ, സാമൂഹ്യപരമായ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനന്തര തലമുറയിലേക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധ്യമാവേണ്ടിയിരിക്കുന്നു. ഇന്ന് പലപ്പോഴും നമ്മളുടെയൊക്കെ ഒരു തെറ്റായ ധാരണയുണ്ട്, ആത്മീക ജീവിതത്തിൽ നിന്ന് അകറ്റുന്നതാണ് സാമൂഹിക ഉത്തരവാദിത്തം എന്നുള്ളത്. എന്നാൽ അല്ല പ്രിയമുള്ളവരെ, കടമകൾ ചെയ്തു തീർക്കുന്നവന്റെ കരുത്താണ് ആത്മീയത എന്ന് ഇന്നിന്റെ കാലഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. സഭയുടെ പിതാക്കന്മാരുടെ ജീവിതമൊക്കെ ഒന്ന് നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. പരിശുദ്ധനായ പരിമളത്തിനുമേനി മറ്റ് വിശുദ്ധന്മാരായിട്ട് ജീവിച്ചിരുന്ന സഭയുടെ പിതാക്കന്മാരുടെ ജീവിതം ഒന്ന് എടുത്തു വെച്ച് നോക്കിക്കോ.
പരിമലയുടെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായ പരിമലയുടെ അഴിപ്പുരയ്ക്കുള്ളിൽ പാതിരാത്രി ശ്മശാനമൂകമായ അന്തരീക്ഷത്തിൽ മരം പോലും കോച്ചുന്ന തണുപ്പുള്ള രാത്രിയിൽ അരണ്ട റാന്തൽ വിളക്കിന്റെ വെളിച്ചത്തിൽ ചാണകം മെഴുകിയ തറയിൽ നിന്നുകൊണ്ട് 7 നേരത്തെ യാമപ്രാർത്ഥനയും അതിന്റെ ഇരട്ടി രഹസ്യ പ്രാർത്ഥനകളും മാത്രം നടത്തിയ ഒരു പരിശുദ്ധനായി പ്രിയമുള്ളവരെ പരിമളത്തിനെ നമ്മൾ അടയാളപ്പെടുത്തരുത്. ഇന്ത്യയുടെ മംഗൾയാൻ ചൊവ്വയുടെ ഭ്രമണതലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും ഇവിടെ ചില ആളുകളുടെ ചൊവ്വാദോഷം മാറിയിട്ടില്ല എന്ന് ചിന്തിക്കുന്ന സമകാലികമായ ഭാരതീയ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ചിന്തിക്കാൻ. ഒരിക്കൽ കൂടെ, ഇന്ത്യയുടെ മംഗൾയാൻ ചൊവ്വയുടെ ഭ്രമണതലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും ഇവിടെ ചില ആളുകളുടെ ചൊവ്വാദോഷം മാറിയിട്ടില്ല എന്ന് ചിന്തിക്കുന്ന സമകാലികമായ അന്തരീക്ഷത്തിലാണ് ഈ ആത്മീക ജീവിതത്തിന്റെ ഭാഗമാണ് സാമൂഹ്യ ഉത്തരവാദിത്തം എന്ന് പറയേണ്ടി വരുന്നത്. ഇത് സഭയുടെ പിതാക്കന്മാരുടെ ഒക്കെ ജീവിതങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. ദരിദ്ര ലോകത്ത് ധനവാനായി ജീവിക്കുന്നത് പാപമെന്ന് പറഞ്ഞ ഭാഗ്യസ്മരണാർഹനായ സഭാരത്നം ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയെ നമുക്കറിയാം. കീഴ്ജാതിക്ക് മാത്രം അല്ലെങ്കിൽ മേൽജാതിക്ക് മാത്രം വിദ്യാഭ്യാസം പ്രാപ്യമായ കാലഘട്ടത്തിൽ മേൽജാതി കീഴ്ജാതി എന്ന 2 തട്ടുകളില്ലാതെ ഉച്ചനീചത്വമില്ലാതെ എല്ലാവർക്കും സൗജന്യവും സമ്പൂർണമായ വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി 200-ലധികം പൊതു പള്ളിപ്പുറങ്ങൾ പണിത പുലിക്കോട്ടിൽ ജോസഫ് മാർ ദേവനാസ് തിരുമേനി ഈ സഭയുടെ മെത്രാപ്പോലിത്തയായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. 27,000 അക്രൈസ്തവരായ പുലിയ കുടുംബങ്ങൾ കയറി അവരെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ശുചിത്വവും പഠിപ്പിച്ച വൈക്കം സത്യാഗ്രഹത്തിൽ അധസ്ഥിത വിഭാഗം എന്ന് അടയാളപ്പെടുത്തിയ ആളുകൾക്ക് വേണ്ടി വൈക്കം സത്യാഗ്രഹത്തിൽ സംസാരിച്ച പുണ്യശ്ലോകനായ പത്രോസ് മാർ ഒസ്താത്യോസിന് വേണ്ടി ഈ സഭയുടെ മെത്രാപ്പോലിത്തയായിരുന്നു. പ്രിയമുള്ളവരെ, വെള്ളിക്കുരിശുകൾ എനിക്ക് വേണ്ട, പള്ളിക്കുടങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുവീൻ എന്ന് പറഞ്ഞ 2-ാം കാതോലിക്ക പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ ബാബ നേതൃത്വം നൽകിയ സഭയാണ് പ്രിയമുള്ളവരെ ഇത്. പുത്തമ്പറം കുന്നിലേക്ക് കയറി വരുന്നവനോട് കൗമ അറിയാമോ, വിശ്വാസ പ്രമാണം നടത്തിയോ എന്ന് ചോദിക്കുന്നതിന് മുമ്പേ കുഞ്ഞേ വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ച പാമ്പാടി തിരുമേനിയുടെ സഭയാണ് പ്രിയമുള്ളവരെ ഇത്. ഈ വലിയ വിശാലമായ മാനങ്ങളെ ഇന്നിന്റെ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റെടുക്കുവാനായിട്ട് സാധ്യമാകുന്നുണ്ടോ എന്നുള്ളതാണ് തമ്പുരാന്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഈ ദേവാലയത്തിന്റെ ഉള്ളറകൾ നിന്നുകൊണ്ട് എന്നെ നിങ്ങളെ വിറങ്ങലിപ്പിക്കേണ്ട ചിന്തയാണ്. നിങ്ങളുടെ മക്കൾ നിങ്ങളോട് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? എല്ലാ അപ്പത്തിന്റെ പിന്നാമ്പുറങ്ങളിലും ചില കല്ലിന്റെ കഥയുണ്ട്, അല്ലേ? ഇത് നമ്മളെ പഠിപ്പിച്ചത് ആരാ? എന്റെ അച്ഛൻ ആരേലും പഠിപ്പിക്കട്ടെ, നമുക്കെന്താ അതെന്ന് പറഞ്ഞ ആരാ? സാത്താൻ, അല്ലേ? തന്റെ 3.5 വർഷത്തെ പ്രേക്ഷിത ദൗത്യത്തിന് വേണ്ടി 40 രാവും 40 പകലും ഉപവസിച്ചൊരുങ്ങുമ്പോൾ സാത്താനാണ് ക്രിസ്തുവിനോട് എന്ത് പറയുക? ഈ കല്ലിനെ അപ്പമാക്കാൻ. KP അപ്പൻ എന്ന മലയാള സാഹിത്യകാരനുണ്ട്. അദ്ദേഹം കോറിയിടുന്നുണ്ട്, ക്രിസ്തുവിന്റെ ജീവിതത്തിൽ അദ്ദേഹം കണ്ട ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയാമോ? വിശന്നിട്ടും കല്ലിനെ അപ്പമാക്കാതിരുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. യഥാർത്ഥത്തിൽ ഈ കല്ല്, എല്ലാ അപ്പത്തിന്റെ പിന്നാമ്പുറങ്ങളിലും കല്ലിന്റെ കഥയുണ്ടെന്ന് പറയുമ്പോൾ അനേക വർഷത്തിന്റെ രൂപാന്തരണത്തിന്റെ ഫലമായിട്ട് ആ കല്ല് പൊടിഞ്ഞ് എന്താകുക? മണ്ണാകുക. ക്രൈസ്തവ അനുഭവത്തിൽ, കൗദാശികപരമായ അനുഭവത്തിൽ, ആത്മീക ജീവിതത്തിൽ നോമ്പിന്റെയും പ്രാർത്ഥനയുടെയും ദണ്ഡനമസ്കാരത്തിന്റെയും ആരാധന നൽവരത്തുന്ന സ്വായത്തമാക്കുന്ന ദൈവിക ചൈതന്യത്തിന്റെയും രൂപാന്തരണം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ കല്ലെന്താകും? പൊടിഞ്ഞു മണ്ണാകും. അതിലേക്ക് പ്രാർത്ഥനയുടെ വളക്കൂറുകളും കണ്ണുനീരിന്റെയും വെറുപ്പിന്റെയും ജലഗണങ്ങൾ നിക്ഷേപിക്കുമ്പോൾ അത് തമ്പുരാന്റെ രീതിശാസ്ത്രം അനുസരിച്ച് 30, 60, 100 ഇരട്ടി വിളവുകൾ തരുവാൻ എന്തിന് ശേഷിയുണ്ട്? കല്ലിന് സാധ്യമാകുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അപ്പൊ സ്വാഭാവികമായി നാം മനസ്സിലാക്കണം, വിശുദ്ധമായ കുർബാനയുടെ ഏറ്റവും വലിയ ദൈവശാസ്ത്രം എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളെന്ന എൻ്റെ ഒരു വിചാരം. അഖിലാണ്ടത്തെ വഹിച്ചവൻ അപ്പത്തിലേക്ക് ഒതുങ്ങുന്നു എന്നുള്ളതാണ് വിശുദ്ധ കുർബാനയുടെ ഏറ്റവും വലിയ ദൈവശാസ്ത്രം. ഇന്ന് ഒതുങ്ങലുകൾ നമുക്കിഷ്ടമല്ലല്ലോ, ഇന്ന് ഒതുക്കലുകളാണല്ലോ നമ്മുടെ ചുറ്റുവട്ടങ്ങളൊക്കെ ഇന്നിന്റെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അവിടെയാണ് പ്രിയമുള്ളവരെ ചിന്തിക്കേണ്ടത്. ദഹനശേഷിയുള്ള ആത്മീകാഹാരം ചോദിക്കുന്ന തലമുറയ്ക്ക് ദഹനശേഷിയില്ലാത്ത ആഹാരം കൊടുക്കുന്ന ആളുകളാണോ നമ്മൾ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ചോദ്യത്തിന്റെ അർത്ഥമേ ഞാൻ പറഞ്ഞുള്ളൂ, ഉത്തരം കണ്ടുപിടിക്കേണ്ടത് നിങ്ങളാണ്. രണ്ടാമത്തെ ചോദ്യം പറഞ്ഞു. ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കും. ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മീൻ എന്താ യഥാർത്ഥത്തിൽ? ആ മത്സ്യമാണ്, അതെനിക്കറിയാം. മീൻ എന്ന് പറഞ്ഞാൽ ആദിമ കാലഘട്ടത്തിൽ ക്രൈസ്തവ മതം പ്രചരണത്തിന് യോഗ്യമല്ലാത്ത കാലഘട്ടമാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഡൈക്ലേഷ്യന്റെയും നീറോയുടെയും അലക്സാണ്ടറിന്റെയും ഒക്കെ കാലഘട്ടം നിങ്ങൾക്ക് അറിയാം. AD 1 മുതൽ 4-ാം നൂറ്റാണ്ട് വരെ ക്രൈസ്തവ മതത്തിന്റെ ആദ്യ നാളുകളിലൊക്കെ നിങ്ങൾക്കറിയാം, പ്രചരണത്തിന് യോഗ്യമല്ലാത്ത കാലഘട്ടമായിരുന്നു, അല്ലേ? അല്ലയോ? ആണ്. ക്രൈസ്തവ മതം പ്രചരിപ്പിക്കുവാനായിട്ട് സാധ്യമല്ല. ഒരു ക്രൈസ്തവനെ കണ്ടു കഴിഞ്ഞാൽ അവനെ നഖശികാന്തം കൊതുകിനെ കൊല്ലുന്ന ലാഘവത്തോടു കൂടി കഴുത്തറക്കുകയും അല്ലെങ്കിൽ ജയിലറകളിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ആദ്യ നൂറ്റാണ്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ മതം യഥാർത്ഥത്തിൽ വളർന്നത് ചിഹ്നങ്ങളിലൂടെ, പ്രതീകങ്ങളിലൂടെയാണ് വളർന്നെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ മതം പ്രചരണത്തിന് യോഗ്യമല്ല. അതിന് ഒത്തിരിയേറെ കാരണങ്ങളുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ക്രൈസ്തവ മതം പ്രചരിപ്പിക്കുവാൻ സാധ്യമാകാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. ആ കാരണം ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു. ഇത് അനുഭവിക്കുന്നവരാര്? ക്രൈസ്തവർ. അപ്പോൾ ഇതൊന്നും അറിയാത്ത ആളുകൾ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താ? ക്രൈസ്തവർ പച്ചമാംസവും ചുടുരക്തവും കുടിക്കുന്നവരാണെന്നുള്ളതാണ്. അതുകൊണ്ട് കാനിബോളിസം, നരഭോജികൾ എന്നാണ് ക്രൈസ്തവരെ ആദ്യ കാലഘട്ടത്തിൽ വിളിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ക്രൈസ്തവ മതം പ്രചരണത്തിന് യോഗ്യമല്ലാത്ത കാലഘട്ടത്തിൽ ക്രൈസ്തവരെ തിരിച്ചറിയുവാൻ വേണ്ടി, ക്രിസ്തീയ സഭയെ തിരിച്ചറിയുവാൻ വേണ്ടി പ്രതീകങ്ങൾ നമ്മുടെ ആരാധന ഉപയോഗിച്ചു. ഇന്ന് തന്നെയാണെങ്കിലും ഓർത്തഡോക്സ് ആരാധനയുടെ ഒരു പ്രധാന പ്രത്യേകത നമ്മൾ ചൊല്ലിത്തീർക്കുന്ന പ്രാർത്ഥനകളും ഗീതങ്ങളും മാത്രമൊന്നുമല്ല നമ്മുടെ ആരാധനയിൽ സംസാരിക്കുന്നത്. ഈ ദേവാലയത്തിന്റെ ഉള്ളിൽ കാണുന്ന പലതും നമ്മുടെ ആത്മീക ജീവിതത്തിൽ സംസാരിക്കുന്ന വല്ലാണ്ട് സംസാരിക്കുന്ന പ്രതീകാത്മകപരമായ ആരാധന നമുക്കുള്ളത്, അല്ലേ? ദേവാലയത്തിന്റെ ഉള്ളിൽ കാണുന്ന ചിത്തോലയും ത്രോണോസിൽ കാണുന്ന തിരിയും മറുവാസിയും ധൂപക്കുറ്റിയുടെ അടിത്തട്ടും മുകൾ തട്ടും അതിലെ 72 ചങ്ങലകളും 4 ചങ്ങലകൾ കൊണ്ട് കോർത്ത് യോജിപ്പിച്ചതും നമ്മൾ ഈ നിൽക്കുന്ന ഭാഗവും ഒക്കെ നമ്മുടെ ആരാധനാ ജീവിതത്തിൽ ചിഹ്നങ്ങൾ നമ്മുടെ ആരാധനാ ജീവിതത്തിൽ വല്ലാണ്ട് സംസാരിക്കുന്നു. അപ്പോൾ ആദിമ കാലഘട്ടത്തിൽ 2 ക്രൈസ്തവ തമ്മിൽ കാണുമ്പോൾ അവർ കാല് വെച്ച് മീന്റെ ചിഹ്നം വരയ്ക്കും. അപ്പോ മനസ്സിലാക്കിക്കോണം, എന്റെ എതിരെ നിൽക്കുന്ന വ്യക്തി മീൻകാരനാണെന്നോ ക്രൈസ്തവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്ക് ആൽഫബറ്റിലെ ആദ്യ അക്ഷരം ആൽഫ. നിങ്ങൾ സയൻസും മാത്സും ഒക്കെ പഠിക്കുന്നവർക്ക് ഗ്രീക്ക് പഠിക്കണമല്ലോ. ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, എറ്റ, സി, തീറ്റ. ഈ തീറ്റ അല്ല, ഇതിനകത്ത് തീറ്റ. അപ്പോൾ സ്വാഭാവികമായി ആൽഫ, ഞാൻ ആൽഫയും ഒമേഗയും എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആൽഫ എന്ന അക്ഷരം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഒരു മീന്റെ ചിഹ്നം, അല്ലേ? ആൽഫ എന്ന ചിഹ്നം വരയ്ക്കുന്നത് എങ്ങനെ? ഒരു മീന്റെ ചിഹ്നം പോലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ക്രൈസ്തവ സഹോദരങ്ങൾ തമ്മിൽ കാണുമ്പോൾ കാല് വെച്ച് എന്ത് വരയ്ക്കും? ഒരു മീന്റെ ചിഹ്നമോ കുഞ്ഞാടിന്റെ ചിഹ്നമോ ഒക്കെ വരയ്ക്കും. മുന്തിരിവള്ളിയുടെ ചിഹ്നമോ. നമ്മുടെ പഴയ ദേവാലയങ്ങളിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ അറിയാം, അവിടെ ഇറത്താഴുകളിലും ചിത്രങ്ങളൊക്കെ
മീനും കുഞ്ഞാടും മുന്തിരിവള്ളിയും ഒക്കെ ആലേഖനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മീൻ ഇസ്റ്റൂസ് എന്നൊക്കെയാ, ക്രിസ്തു എന്നൊക്കെ തന്നെയാണ് അതിന്റെ ഗ്രീക്ക് അർത്ഥവും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മീൻ എന്നത് എന്തിന്റെ പ്രതീകമാണ്? ക്രിസ്തുവിന്റെ പ്രതീകമായിട്ട് ഉപയോഗിക്കുന്ന ചിഹ്നമാണ് എന്താ? മീൻ. അപ്പൊ ക്രിസ്ത്യാനിയുടെ ക്രിസ്തുവിന്റെ പ്രതീകമാണ് എന്ത്? മീൻ. എന്നാൽ ഇവിടുത്തെ ചോദ്യം എന്താ? നിങ്ങളുടെ മക്കൾ നിങ്ങളോട് മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ എന്നുള്ളതാ. പാമ്പ് ആരാണ് നമുക്കറിയാം. ആരാ? ആദിമ മാതാപിതാക്കന്മാർക്ക് സാത്താൻ പാമ്പിന്റെ രൂപത്തിലാണ് വന്നത്, അല്ലയോ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യമൊക്കെ നമുക്ക് സുപരിചിതമാണ്. അപ്പോൾ പാമ്പ് എന്തിന്റെ പ്രതീകമാണ്? ഒന്ന് പറഞ്ഞേ. സാത്താന്റെ പ്രതീകമാണ്. എങ്കിലും പാമ്പിന്റെ ഒരു നന്മ ക്രിസ്തു കാണുന്നുണ്ട്. എന്താ? നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരും ആ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരാകാൻ. പാമ്പിന് ബുദ്ധിയുണ്ട്, എന്തില്ല? പാമ്പിന് ബുദ്ധിയുണ്ട്, എന്തില്ല? വിസ്ഡമില്ല, പരിജ്ഞാനമില്ല. എന്താ? നോളജും വിസ്ഡവും തമ്മിലുള്ള, അല്ലെങ്കിൽ നോളജ് ഉണ്ട് വിസ്ഡം ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ലോകത്തിന്റെ താർക്കികപരമായ അറിവുകളൊക്കെ പാമ്പിനുണ്ട്, പക്ഷെ ഉയരങ്ങളിൽ നിന്നും ദൈവീകപരമായ അറിവ് പാമ്പിനില്ലെന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ പാമ്പ് എന്തിന്റെ പ്രതീകമാണ്? സാത്താന്റെ പ്രതീകമാണ്. മീനോ? ഒന്ന് പറഞ്ഞേ. അപ്പൊ തമ്പുരാന്റെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ മക്കൾ നിങ്ങളോട് മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? എന്താർത്ഥം? ക്രിസ്തുവിനെ ചോദിക്കുന്ന നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ സാത്താനെ കൊടുക്കുന്ന മാതാപിതാക്കന്മാരാണെന്നുള്ളതാണ് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ചോദ്യം. നമ്മൾ ക്രിസ്തുവിനെയാണോ സാത്താനെയാണോ തലമുറയ്ക്ക് കൊടുക്കുന്നത്? പ്രാർത്ഥനയുടെ അന്തരീക്ഷങ്ങൾ തലമുറയിലേക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നുണ്ടോ? നോമ്പിന്റെ അന്തരീക്ഷങ്ങൾ സഭ അല്ലെങ്കിൽ അനന്തര തലമുറയിലേക്ക് കൊടുക്കുവാനായിട്ട് സാധ്യമാകുന്നുണ്ടോ? നമ്മൾ ഇന്ന് സമൃദ്ധിയുടെ അനുഭവങ്ങളിലാണ് ജീവിക്കുന്നത്. ഈ സമൃദ്ധിയുടെ അനുഭവങ്ങളിൽ ദൈവീകപരമായ വിശ്വാസം നമുക്ക് എത്രമാത്രമുണ്ടോ? നമ്മൾ പള്ളിയിലൊക്കെ സ്ഥിരമായി വരുന്നവരല്ലയോ? ആണ്. ബറോഡക്കാരൊക്കെ നല്ല വിശ്വാസികളാണെന്നുള്ളതാണ് നിങ്ങളുടെ വികാരി അച്ഛന്മാരിൽ നിന്നുമൊക്കെ ഞാൻ അറിഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് എത്രമാത്രം വിശ്വാസമുണ്ടോ? ഞായറാഴ്ച രാവിലെ പള്ളി വരണമെന്ന് നമ്മുടെ വിശ്വാസത്തിന്റെ വലിയ ഭാവമല്ലേ? എന്നാൽ ഞായറാഴ്ച രാവിലെ പള്ളി വരാതിരിക്കാൻ അന്ന് രാവിലെ പെയ്യുന്ന ഒരു ചാറൽ മഴയോ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു മൂക്കടപ്പോ പോരെ ഞായറാഴ്ച പള്ളി വരാതിരിക്കാൻ. ആ നമ്മളാണ് അനന്തര തലമുറയ്ക്ക് വിശ്വാസവും സഭയും കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ചില സമയത്ത് പാരസെറ്റാമോളിനും വിക്സിനും അമൃതാഞ്ജലിനും ഒക്കെ പുലർത്തുന്ന വിശ്വാസം നമുക്ക് ദൈവത്തിലുണ്ടോ പ്രിയമുള്ളവരെ? അപ്പോൾ എവിടെയാണ് നമ്മുടെ വിശ്വാസം? പ്രാർത്ഥനയുടെ അന്തരീക്ഷങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിന്റെ പരിസരങ്ങളിൽ തന്നെ ഉണ്ടോ? ഇന്ന് എന്തുമേന്റെ സമൃദ്ധിയിലാണ് നമ്മളൊക്കെ ആയിരിക്കുന്നത്. ആണോ? ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർക്കൊക്കെ അറിയാം, ഇത്ര സമൃദ്ധിയൊക്കെ ഉണ്ടായിരുന്നോ നമുക്ക്? പണ്ട് വസ്ത്രത്തിന് ദാരിദ്ര്യമുണ്ടായിരുന്നു, അല്ലേ? ഭക്ഷണത്തിന് ദാരിദ്ര്യമുണ്ടായിരുന്നു. ആണോ? ചോർന്നൊലിക്കുന്ന ഭവനങ്ങളായിരുന്നു നമ്മുടെയൊക്കെ. എന്നാൽ അന്ന് നമ്മുടെ കുടുംബജീവിതത്തിൽ എന്തുണ്ടായിരുന്നു? പ്രാർത്ഥനയുണ്ടായിരുന്നു. ഇന്നോ എന്തോ മനോഹരമായ വീടുകളാണ്. പ്രത്യേകിച്ച് ഇവിടൊക്കെ ആയിക്കൊണ്ട് വലിയ ബുർജ് ഖലീഫ പോലുള്ള വലിയ ഫ്ലാറ്റുകളൊക്കെയാ നിങ്ങൾക്ക്. ഭക്ഷണത്തിന് ദാരിദ്ര്യമുണ്ടോ ഇന്ന്? ഇല്ല. വസ്ത്രത്തിനോ? ഉണ്ടോ? ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ വീട്ടിലെ അലമാരി ഒന്ന് ആലോചിച്ച്, നിങ്ങളുടെ വീട്ടിലെ തുണി വെക്കുന്ന അലമാരി ഒന്ന് ആലോചിച്ച്. അലമാരി ഇങ്ങോട്ട് ചാടുന്ന രീതിയിലല്ലേ കുത്തിക്കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ പക്ഷെ ഇന്ന് എന്തില്ല? പ്രാർത്ഥനയുടെ അന്തരീക്ഷങ്ങൾ ഉണ്ടോ പ്രിയമുള്ളവര്? ചാണകം മെഴുകിയ തറയിൽ ഒരു കീറത്തുണി തലയിലിട്ട് വല്യപ്പച്ചനെ കൂട്ടുപിടിച്ച ചാണകം മെഴുകിയ തറയിൽ നിന്നുകൊണ്ട് മുട്ടുമേൽ നിന്ന് പൊട്ടിക്കരഞ്ഞ കഴിഞ്ഞകാല അനുഭവങ്ങൾ ഈ സമൃദ്ധിയൊന്നുമില്ലാത്ത ഇന്നലെയുടെ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് പ്രാർത്ഥന തന്നെ എവിടാ പ്രാർത്ഥന? പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങൾ? ആണില്ലയോ? രാവിലെയും വൈകിട്ടുമെങ്കിലും പ്രാർത്ഥിക്കുന്നവരാ. എന്നാ ഒന്ന് പരീക്ഷിച്ചാലോ? പരീക്ഷിക്കാം. ഇവിടെ ഇരിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ളവർ മാത്രമേ എൻ്റെ കൂടെ പാടാവൂ. കാരണം എന്താണെന്നറിയാമോ?
ഈ 18 വയസ്സിൽ മുകളിൽ പ്രായമുള്ളവർ പാടാൻ പറഞ്ഞാൽ പ്രാർത്ഥന ഉണ്ടെന്നുള്ളത് ഞാൻ പറയാം. ഇത് പറയുമ്പോൾ നിങ്ങളുടെ വികാരിയച്ഛന്റെ ചങ്കിടിപ്പ് കൂടുകയാ. അപ്പൊ പ്രാർത്ഥന ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ഇപ്പൊ പറയാം. ഈ 18 വയസ്സിൽ താഴെയുള്ളവർ പാടാൻ പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് അറിയാമോ? 18 വയസ്സിൽ മുകളിൽ പ്രായമുള്ളവർ പാടാൻ പറഞ്ഞാൽ പണ്ട് വല്യപ്പച്ചനും വല്യമ്മച്ചയും ജീവിച്ചിരുന്നപ്പോൾ അവർ രാവിലെയും വൈകിട്ടും ഒക്കെ പാടിയ പാട്ടുകൾ നമ്മുടെ ഓർമ്മയിലുണ്ട് പ്രായമുള്ളവരുടെ. എന്നാൽ നിങ്ങൾ പാടുന്നുണ്ടെങ്കിൽ, ഇന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആര് കേൾക്കും? ഇവിടെ ഇരിക്കുന്ന ഈ 18 വയസ്സ് താഴെയുള്ളവർ. അപ്പൊ പ്രാർത്ഥന ഉണ്ടോ എന്ന് ഞാൻ ഇപ്പൊ പറയാം. ബറോഡ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന വീടുകളാണോ എന്ന് ഇപ്പൊ പറയാം. 18 വയസ്സ് താഴെയുള്ളവരെ പാടാം. അതിരാവിലെ തിരുസന്നിധി. നമ്മുടെ 3ാമത്തെ റോയിൽ ഇരിക്കുന്ന അമ്മാമ്മയുടെ പാട്ട് സൂപ്പർ പാട്ടാ. പക്ഷെ എന്താ കുഴപ്പമെന്നറിയാമോ? 18 വയസ്സിൽ താഴെയുള്ളവർ പാടാൻ പറയുമ്പോൾ 50-ന്റെയും 60-ന്റെയും 70-ന്റെയും ഒക്കെ നിറവ് കഴിഞ്ഞ 80-ലേക്ക് നടന്നെടുക്കുമ്പോഴും എന്റെ അമ്മാമ്മയുടെ ആഗ്രഹം നല്ലതാ 18 താഴെ ആകാനുള്ള. പക്ഷെ കാലചക്രം അത്രയൊന്നും അല്ലല്ലോ കടന്നുപോയത്. 18 താഴെയുള്ളവർ മാത്രം ഒന്ന് പാടിക്കുകയും അതിരാവിലെ തിരുസന്നിധി. പാട് മക്കളെ, പാടിക്കേ മക്കളെ. ഇവര് പറയുന്ന എന്റെ അച്ഛൻ ഞങ്ങളുടെ വീട്ടിലെ പാട്ട് പുസ്തകത്തിൽ ഈ പാട്ടില്ല. ഇന്നാ പിടിച്ചോ വേറെ പാട്ട്. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ. അച്ഛൻ ആധാർ കാർഡ് വികാരി അച്ഛനെ കാണിച്ചിട്ട് മാത്രമേ ഇന്ന് പോകാവൂ, കേട്ടല്ലോ. അപ്പൊ സ്വാഭാവികമായി പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? നമ്മുടെ കുടുംബജീവിതത്തിന്റെ പരിസരങ്ങളിൽ പ്രാർത്ഥന എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഇന്നിന്റെ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ട പ്രിയമുള്ളവരെ. യുദ്ധം ചെയ്യുന്ന ജോഷുവായ്ക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന മോശയുടെ ചിത്രം പുറപ്പാട് പുസ്തകത്തിന്റെ അകത്തളങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. മോശയുടെ കരങ്ങൾ പ്രാർത്ഥന ഉയരുമ്പോൾ ജോഷുവ യുദ്ധത്തിൽ ജയിക്കുന്നു. മോശയുടെ കരങ്ങൾ താഴുമ്പോഴോ ജോഷുവ യുദ്ധത്തിൽ തോക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥന ഉയരുന്ന മാതാപിതാക്കന്മാരുടെ കരങ്ങൾ ഇന്നിന്റെ കാലഘട്ടത്തിൽ ആവശ്യമാണ് പ്രിയമുള്ളവരെ. രാജാവും നിബിയും സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിന്റെ അന്തരീക്ഷത്തെ തന്റെ കുഞ്ഞുങ്ങൾക്ക് കൂടൊരുക്കിയ മീവൽ പക്ഷിയെ പറ്റി 84-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ ഭവനങ്ങളുടെ ഇടനാഴികളിൽ പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ സൃഷ്ടിക്കുവാൻ എന്നെ ശ്രവിക്കുന്ന മാതാപിതാക്കന്മാർക്ക് സാധ്യമാകുന്നുണ്ടോ പ്രിയമുള്ളവരെ? പ്രാർത്ഥനയുടെ അന്തരീക്ഷങ്ങൾ തലമുറയിലേക്ക് കൊടുക്കുവാനായിട്ട് സാധ്യമാകണം. പ്രത്യേകിച്ച് പരിശുദ്ധനായ പരിമളത്തിന്മേലൂടെ വലിയ ഓർമ്മ പെരുന്നാളിന്റെ പശ്ചാത്തലത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ ചിന്തിച്ചു നോക്കണം. മുളന്തുരുത്തിയിലെ സുഭിക്ഷതയുടെ ചാത്തുരുത്തി തറവാട്ടിൽ നിന്നും കേവലം 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മനുഷ്യൻ പനങ്കാടുകളുടെയും പന യക്ഷികളുടെയും പനയന്നാർക്കാവിന്റെയും ആവാസ കേന്ദ്രമായ പരിമലയിലേക്ക് കേവലം 21 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ യാത്ര ചെയ്ത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയം കണ്ടെത്താനാ. പ്രാർത്ഥന എവിടെയാ? പരിശുദ്ധനായ കലാശ്ശേരി ബാവയുടെ ഒരു ചിത്രം ഇവിടെ ഉണ്ട്. മലങ്കരയുടെ 3ാം കാതോലിക്കയാണ് ഇദ്ദേഹം. നിങ്ങൾക്കറിയാമല്ലോ, മലങ്കര സഭയുടെ ആസ്ഥാനം എവിടെയാണെന്നറിയാമോ? ദേവലോകമാണ് മലങ്കര സഭയുടെ ആസ്ഥാനം. ദേവലോകം അരമനയിൽ പോയിട്ടുള്ളവർക്കറിയാം. ദേവലോകം അരമനയുടെ ഉള്ളിൽ മനോഹരമായ ഒരു ദേവാലയമുണ്ട്. ആ ദേവാലയത്തിന്റെ പണി പൂർത്തീകരിച്ച് കൂദാശ ചെയ്തത് 1956 ഡിസംബർ മാസം 21-ാം തീയതിയാണ്. അത് പണി പൂർത്തീകരിച്ചത് ആരാന്നറിയാമോ? മലങ്കരയുടെ 3ാം കാതോലിക്ക പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് സ്ഥിതി ചെയ്യുന്ന കലാശ്ശേരി ബാബ, ഈ കുറിച്ചി ബാവയാണ് അതിന്റെ പണി പൂർത്തീകരിക്കുന്നത്. എങ്ങനെയാണെന്നറിയാമോ പ്രിയമുള്ളവരെ? അതിന്റെ പണി പൂർത്തീകരിക്കുവാൻ പണം സ്വരൂപിച്ചത് പരിശുദ്ധ ബാബ തിരുമേനി. 1950-ന്റെ പശ്ചാത്തലം, ഇല്ലായ്മകളും അല്ലറികളുമുള്ള കാലഘട്ടം. അരയൂരി അരി കൊണ്ട് 8ഉം 10ഉം മക്കളുടെയൊക്കെ വയറു നിറയ്ക്കുവാൻ വേണ്ടി തത്രപ്പെട്ട് ഓടി നടന്ന നമ്മുടെ വല്യമ്മച്ചിമാർ ഉപജീവനത്തിന് വേണ്ടി അരി അളക്കുമ്പോൾ അതിൽ ഒരു പിടി മാറ്റിവെച്ച് ആ പിടിയരി സ്വരൂപിച്ചിട്ടാണ്
മലങ്കര സഭയുടെ ആസ്ഥാനമായ ദേവലോകം അരമനയുടെ ഉള്ളിൽ കാണുന്ന മനോഹരമായ ദേവാലയത്തിന്റെ പണി പൂർത്തീകരിക്കുവാൻ പരിശുദ്ധനായ കല്ലാശ്ശേരി ബാബ പണം സ്വരൂപിച്ചത് നമ്മുടെ അമ്മച്ചിമാരുടെ പിടിയരി കൊണ്ടാണ്. ഉപജീവനത്തിന്റെ അംശം മാറ്റിവെച്ച സഭയ്ക്ക് ക്രിസ്തു സാന്നിധ്യത്തെ, സഭയ്ക്ക് വിശ്വാസത്തെ, നോമ്പിനെ, പ്രാർത്ഥനകളെ, ദണ്ഡനമസ്കാരത്തെ ആചാര നൽവർത്തിനും സ്വായത്തമാക്കുന്ന ദൈവിക ചൈതന്യങ്ങളെ തലമുറ കൊടുക്കുവാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധരായ നമ്മുടെ പൂർവീക മാതാപിതാക്കന്മാരുടെ ചരിത്രമാണ് പ്രിയമുള്ളവരെ ഇന്നിന്റെ കാലഘട്ടത്തിൽ നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. പ്രാർത്ഥനയുടെ അന്തരീക്ഷങ്ങൾ എവിടെയാണ് പ്രിയമുള്ളവരെ? നമ്മുടെയൊക്കെ യുവജനങ്ങൾ എത്രമാത്രം ഈ ദേവാലയത്തിന്റെ ഉള്ളറകൾ തന്നെ ഉണ്ടെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണ്ടേ? എവിടെയാണ് പ്രിയമുള്ളവരെ ദേവാലയത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്നും നമ്മുടെ യുവജനങ്ങളൊക്കെ മാറി സഞ്ചരിക്കുന്നത്? ഇന്ന് മലങ്കര സഭയിലെ പല ദേവാലയങ്ങളിലുമൊക്കെ ഈ പ്രബോധന ശുശ്രൂഷയായിട്ടൊക്കെ പോകുവാനായിട്ട് ചെറിയ രീതിയിലൊക്കെ സാധ്യമാകുന്നുണ്ട്. ഈ പ്രബോധന ശുശ്രൂഷ ശ്രവിക്കാൻ, കൺവെൻഷൻ ശ്രവിക്കാൻ നമ്മുടെ ദേവാലയത്തിന്റെ ഉള്ളറകൾ വരുന്ന ആളുകളുടെ പ്രായം എത്രയെന്നറിയാമോ? 12 വയസ്സിൽ താഴെയുള്ളവരും 45 വയസ്സിൽ മുകളിലുള്ളവരും. ഇതിന്റെ ഇടയ്ക്കുള്ളവരെ ഒന്നും ഞാൻ കാണാറില്ല പലപ്പോഴും. എന്നാൽ ഇവിടെ അതിന് വിഭിന്നമായി ഇത്രയെങ്കിലും ആളുകളൊക്കെ ഉണ്ടല്ലോ. എവിടെയാ? 12 വയസ്സുള്ളവനെ വെല്ലുമ്മച്ച് വിളിക്കുമ്പോൾ പോകും. എന്നാൽ 13 വയസ്സാകുമ്പോൾ അവൻ മോനെ ദേവാലയത്തിലേക്ക് വാട എന്ന് പറയുമ്പോഴോ നോ എന്ന് പറയാൻ അവൻ പഠിച്ചു കഴിഞ്ഞു. പിന്നെ പോകുമോ? ഇല്ല. 45-50 വയസ്സിൽ മുകളിൽ പ്രായമുള്ളവരൊക്കെ പള്ളി വരും. കാരണം എന്താ? പണ്ട് നല്ല ശീലങ്ങളൊക്കെ ഉള്ള മാതാപിതാക്കന്മാരുടെ മക്കളൊക്കെ ആണെങ്കിൽ ഈ ഒരു കഴിഞ്ഞ കാല ശീലങ്ങൾ നമുക്കുണ്ടല്ലോ. പ്രിയമുള്ളവരെ, എവിടെയാണ് പ്രിയമുള്ളവരെ തലമുറയ്ക്ക് ക്രിസ്തു സാന്നിധ്യത്തെ കൊടുക്കുവാനായിട്ട് ഇന്നിന്റെ കാലഘട്ടത്തിൽ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? അപ്പോൾ സ്വാഭാവികമായി നിങ്ങളുടെ മക്കൾ നിങ്ങളോട് മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമെന്നുള്ളതാ. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ചോദിക്കുന്ന തലമുറയ്ക്ക് സാത്താനെ കൊടുക്കുന്ന മാതാപിതാക്കന്മാരാണോ എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ചോദ്യങ്ങൾ. അതുകൊണ്ട് തലമുറയ്ക്ക് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തണം. അതുകൊണ്ട് തലമുറയ്ക്ക് ക്രിസ്തു സാന്നിധ്യത്തെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധ്യമാവണം. ക്രിസ്തു ആരാണ്? അവൻ യഥാർത്ഥത്തിൽ എന്താണ്? അവന്റെ കാലഘട്ടം തന്നെ അവനോട് ചോദിച്ചത് നീ ആരെന്നുള്ള ചോദ്യം അല്ലേ? വേദശാസ്ത്രത്തിൽ നമ്മുടെ പ്രമിയോൻ സത്രകളൊക്കെ വായിക്കുവാണെങ്കിൽ അറിയാം, സുഗ്രാഹിനായ ദൈവമേ, അപരിമിതനായ ദൈവമേ, ഇല്ലേ, സ്നേഹവാനായ ദൈവമേ, ജഗത് അതീതനായ ദൈവമേ എന്നൊക്കെയുള്ള പല പദങ്ങൾ കൊണ്ട് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പ്രാർത്ഥനകളുടെ മുറിവാചകങ്ങളെല്ലാം നിങ്ങൾ എടുത്തു വെച്ച് പരിശോധിച്ച് നോക്കിക്കോളൂ. ദൈവമേ നീ ഇതാണ്, ഇതല്ല എന്നുള്ളതാ നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? അതിന് വേദശാസ്ത്രത്തിൽ അപ്പഫാറ്റിക് ആൻഡ് കാറ്റഫാറ്റിക് തിയോളജി എന്നൊക്കെയാണ് പറയുന്നത് പ്രിയമുള്ളവരെ. യഥാർത്ഥത്തിൽ അവനെ അടയാളപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധ്യമല്ലല്ലോ. അവൻ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ളത് കൃത്യമായി പറയുവാൻ നമുക്ക് സാധ്യമല്ല. ദൈവമേ നീ ഇതല്ല, ഇതാണെന്നൊക്കെയാണ് നമുക്ക് പറയുവാനായിട്ട് സാധ്യമാകുക എന്നുള്ളതാ നമ്മൾ ചിന്തിക്കണം. അവന്റെ കാലഘട്ടം തന്നെ അവനോട് ചോദിച്ച ചോദ്യവും നീ ആരെന്നൊക്കെയുള്ള ചോദ്യമാണ്. കഴിഞ്ഞ ആഴ്ചത്തെയൊക്കെ എവങ്കേലിയം പശ്ചാത്തലം ശ്രമിച്ചിട്ടുള്ളവർക്ക് അറിയാം. ക്രിസ്തു തന്നെ ചോദിക്കുന്നുണ്ട് തന്റെ ശിഷ്യന്മാരോട് അല്ലേ? ആദ്യമേ അവനോട് ചോദിക്കുന്നു, അവന്റെ അസാധാരണമായ ജന്മത്തിൽ തുടങ്ങുന്ന ചോദ്യമാണ്, ഇവൻ ആര്? ജനിതക ശാസ്ത്രത്തിന് വിരോധാഭാസമായി പുരുഷ സ്പർശമേൽക്കാതെ അവിവാഹിതയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ അവന്റെ കാലഘട്ടം അവനോട് ചോദിച്ച ചോദ്യമാണ് എന്ത്? ഇവൻ ആര്? സിനഗോഗിൽ അവൻ പ്രസംഗിക്കുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ചോദിക്കുകയാണ്, ശാസ്ത്രമറിയാത്ത ഇവൻ ഇത്രമാത്രം പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്ന ഇവൻ ആര്? കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുമ്പോൾ തന്റെ പ്രിയ ശിഷ്യന്മാർ തന്നെ ചോദിക്കുകയാ, കാറ്റും കടലും പോലെ ശമിപ്പിക്കുന്ന ഇവൻ ആര്? വിചാരണവേളയിൽ മഹാപുരോഹിതന്മാർ അവനോട് ചോദിക്കുകയാ, നീ ആര്? അവസാനം വിചാരണവേളയുടെ തലേ രാത്രിയിൽ തന്നെ ക്രിസ്തു പറയുന്നുണ്ട്, ഇല്ലേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു കോഴികൂവലിന്റെ ആഴമേ നിന്റെ ഈ ഏറ്റുപറച്ചിനുള്ളൂ എന്ന് പദം പറയുന്നുണ്ട്. എന്നിട്ട് ക്രിസ്തു തന്നെ തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്? നീ എലിയാവിനെ പോലൊരുവൻ, നീ ഇരമ്യാവിനെ പോലൊരുവൻ, നീ സ്നാപക യോഹന്നാനെ പോലെ
ഒരുവൻ എന്നൊക്കെയാണ് കൂടെയുള്ളവർ തന്നെ അടയാളപ്പെടുത്തുന്നത് അല്ലേ? നീ ഏലിയാവിനെ പോലെ ഒരുവൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നീ അഗ്നി ഇറക്കാൻ വന്നവനാണെന്ന് അതിന്റെ അർത്ഥം. നീ സ്നാപകനെ പോലെ ഒരുവൻ എന്ന് പറഞ്ഞാൽ എന്താ? നീ വൈരാഗ്യത്തിന്റെ അനുഭവങ്ങൾ സൃഷ്ടിക്കാൻ വന്നവൻ അതിന്റെ അർത്ഥം. നിരമ്യാവിനെ പോലെ ഒരുവൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? ജനത്തിന്റെ മുഖമേറ്റെടുക്കാൻ വന്നവനായിരിക്കാം നീ. ആരാണ്ടൊക്കെയോ പോലൊരുവൻ എന്നാണ് അവന്റെ കാലഘട്ടം തന്നെ അവനെ അടയാളപ്പെടുത്തുന്നത്. അപ്പോഴാണ് കൂട്ടത്തിൽ ഒരുത്തൻ കൃത്യമായി വിളിച്ചു പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഇതാണ് യഥാർത്ഥ അടയാളപ്പെടുത്തലുകൾ. നമ്മുടെ തലമുറയ്ക്ക് ക്രിസ്തു സാന്നിധ്യത്തെ അടയാളപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധ്യമാവണം. യഥാർത്ഥ ചൈതന്യങ്ങളിൽ ക്രിസ്തു സാന്നിധ്യബോധങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുവാനായിട്ട് സാധ്യമാവണം. നിങ്ങൾക്കറിയാമോ, ഈ ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പുരോഹിതൻ കയറിപ്പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ സമയത്തിന് മുമ്പ് വന്നവർക്കറിയാം. ഉണ്ടോ? ഉണ്ട്. ഏത് കാല് വെച്ചോണ്ട? ഈ രണ്ട് തരത്തിലാണ് കാല് വെക്കുന്ന രീതി ഉണ്ടെങ്കിലും അല്പം കൂടെ വേദശാസ്ത്രപരമായ അല്പം കൂടെ ആഴമുള്ളത് ഈ പുരോഹിതൻ ഏത് കാല് വെച്ച പലയാവർത്തി ദേവാലയത്തിന്റെ ദർഗായിലും ഈ ത്രോണോസിലേക്കും കയറിപ്പോകുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏത് കാല് വെച്ച? വലത്തെ കാലല്ലയോ? ആ പുതിയ വീട്ടിലേക്ക് മണവാട്ടി വരുമ്പോൾ വലത്തെ കാല്. എന്നാൽ അല്ല. ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് പുരോഹിതൻ എന്റെ അച്ഛന്റെ കാല് ശ്രദ്ധിക്കാനാണോ സമയം? പലയാവർത്തി ദർഗായിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ദേവാലയത്തിലേക്ക് തൂയോബയ്ക്കും കയറി പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഇടത്തേക്കാൽ വെച്ചാ കയറുക. ഇടത്തേക്കാൽ വെച്ചാ കയറുക. എന്താണെന്നറിയാമോ അർത്ഥം? ദൈവമേ, നിന്റെ സിംഹാസനത്തിന്റെ മുമ്പാകെ അധികാരം സ്ഥാപിക്കാൻ ഞാൻ അയോഗ്യനാണ്. എന്റെ കുറവുകളോടുകൂടി തന്നെയാണ് ഭൂമിയിലെ നിന്യപൂഴിയ എന്നെ നിന്റെ വലിയ കൃപ കൊണ്ട് മാത്രമാണ് ഇതിലേക്ക് കയറ്റുവാനായിട്ട് ഇടയാക്കി എന്ന് പറഞ്ഞുകൊണ്ടാ ഇടത്തെ കാല് വെച്ച് ഓരോ വട്ടവും പുരോഹിതൻ കയറുന്നതും ഇറങ്ങുന്നതും. പ്രിയമുള്ളവരെ, നാം ആയിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ചിന്തിക്കണം. ക്രിസ്തു സാന്നിധ്യത്തെ തലമുറയ്ക്ക് കൊടുക്കുവാനുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാവണം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്കറിയാം. അവിടെ മനോഹരമായി 15-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ നാണയങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ, ഒന്ന് കളഞ്ഞു പോകുമ്പോൾ അവൾ ചെയ്യുന്ന 2 കാര്യങ്ങൾ എന്താ യഥാർത്ഥത്തിൽ? വിളക്ക് കത്തിച്ചു ഒന്ന്, രണ്ടാമതോ അടിച്ചു വാരി. എന്താ അതിന്റെ അർത്ഥം? എന്താ അർത്ഥം ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ നാണയങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെയും, യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തു ഈ മനോഹരമായ ഉപമ പറയുന്നത് ഇത്രയേ ഉള്ളൂ പ്രിയമുള്ളവരെ. ഒരു വിവാഹത്തിന്റെ സമയത്ത് യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു പുരുഷന്റെ 4 ദിവസത്തെ വേതനമായ 10 ദ്രഹ്മനാണ്യങ്ങൾ കോർത്തിണക്കിയ കാശുമാലയാണ് യഥാർത്ഥത്തിൽ അവർക്ക് സമ്മാനമായി കൊടുക്കേണ്ടത്. അതിലൊന്ന് കളഞ്ഞു പോയെന്ന അർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താ? വിവാഹത്തിന് മണവാട്ടിക്കിട്ട മാലയുടെ പേരെന്താ? പറഞ്ഞേന്നേ, താലിമാല, മിന്നുമാല. അതിലൊന്ന് കളഞ്ഞു പോകുമ്പോൾ നമ്മുടെ രീതി വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അവളോട് എന്ത് കളഞ്ഞു പോയെന്ന അർത്ഥം. എന്ത് കളഞ്ഞു പോയെന്ന് എന്റെ എന്തേലും കളഞ്ഞു പോട്ടെ, നമുക്കെന്താ? അവളുടെ മിന്നു കളഞ്ഞു പോയെന്ന അർത്ഥം. അപ്പോൾ അവൾ ചെയ്ത 2 കാര്യമാണ്: വിളക്ക് കത്തിച്ചു, അടിച്ചു വാരി. അവളുടെ ജീവിതത്തിൽ തന്റെ മണവാളൻ കൊടുത്ത് ഹൃദയധമനിയോട് ചേർത്ത് പിടിക്കേണ്ട മിന്ന കളഞ്ഞു പോയതല്ലേ? നിങ്ങളുടെയൊക്കെ കരുത്തിലും ഉണ്ടല്ലോ മിന്നില്ലേ? കല്യാണം കഴിച്ചവരുടെ കാര്യം പറഞ്ഞതാണ്. മിന്നിൽ കുരിശ നമുക്കുള്ളതാണല്ലോ. കുരിശ് മുത്തുകൾ കൊണ്ടാണ് യോജിപ്പിച്ചേക്കുന്നത്. എത്ര മുത്തായിരിക്കും എന്നറിയാമോ? 7 ഉള്ളവരുണ്ട്, 9 ഉള്ളവരുണ്ട്, 5 ഉള്ളവരുണ്ട്. ഇനി ചില അമ്മമാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, എന്റെ അച്ഛ ഓർമ്മപ്പെടുത്താതെ ഇതെന്റെ കഴുത്തെ കയറിയപ്പോ തുടങ്ങിയതാ എന്റെ ജീവിതത്തിന്റെ ആ വാക്യങ്ങളെ അടയാളപ്പെടുത്തിയാൽ മതി. യഥാർത്ഥത്തിൽ അല്പം കൂടെ ഒരു വേദശാസ്ത്രപരമായ ഒരു മർമ്മം അതിൽ കൊടുക്കുകയാണെങ്കിൽ 7ഉം 5ഉം ഉള്ളവരൊന്നും അല്ല, 9 മുത്ത് വേണം. 5ഉം 7ഉം ഒക്കെ ഉള്ളവർ മനസ്സിലാക്കിക്കൊള്ളുക. ഇന്ന് സത്യത്തിൽ ഈ മിന്ന് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാ? നല്ല നോൺ വെജിറ്റേറിയൻ സദ്യയൊക്കെ കഴിഞ്ഞിട്ട് പല്ലിന്റെ ഇടയ്ക്കുള്ള അംശങ്ങളെ കുത്തിക്കളയാനാ ഈ സാധനം പലപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ 5 ഉള്ളവർക്ക് 4 എണ്ണം അങ്ങനെ നഷ്ടപ്പെട്ടു.
7 2 നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ 9 ഫലമായ സ്നേഹം, സന്തോഷം, വിശ്വസ്ത, പരോപകാരം, ഇന്ദ്രജയം തുടങ്ങിയ ഈ 9 ഫലങ്ങൾ സഭയുടെ പ്രതീകമായി മണവാട്ടിയിൽ ഉണ്ടായിരിക്കണമെന്നൊരു വിശാലമായ ഒരു മാനം അതിന് കൊടുക്കാൻ സാധിക്കും. ഇനി ഇവിടെ ഇരിക്കുന്ന അച്ചായന്മാരുടെ ഒരു മനസ്സിൽ ഒരു ആത്മകഥ ഉണ്ട്. എന്താണെന്നറിയാമോ? എന്റെ അച്ഛ 9 പോയിട്ട് ഒരെണ്ണമെങ്കിലും അവക്കുണ്ടായിരുന്നെങ്കിൽ എന്റെ ജീവിതം സഫലമേ ജീവിതം. അപ്പൊ സ്വാഭാവികമായി അവളുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി കരുതേണ്ട മിന്ന് കളഞ്ഞു പോകുമ്പോൾ അവൾ ചെയ്തത് 2 പ്രവൃത്തിയാണ്. മിന്ന് കളഞ്ഞു പോകുവാൻ കാരണം ആ 2 പ്രവൃത്തി വീണ്ടെടുക്കുമ്പോൾ അവർക്ക് മിന്ന് കിട്ടുന്നു. ഒന്നാമത് ചെയ്തു, വിളക്ക് കത്തിച്ചു. എന്തുകൊണ്ടാണ് വിളക്ക് കത്തിക്കേണ്ടി വരുന്നത്? ഇപ്പോൾ ഇവിടുത്തെ പ്രകാശമൊക്കെ അണഞ്ഞു, വിളക്ക് കത്തിക്കേണ്ടി വരത്തില്ലേ? നട്ടുച്ച നേരത്ത് പുറത്താണെങ്കിലോ വിളക്ക് കത്തിക്കണോ? ഇല്ല. ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തു അവളുടെ ജീവിതത്തിൽ കരിന്തിരി എരിയുകയായിരുന്നു. ദൈവ സാന്നിധ്യങ്ങൾ പരിശോധിക്കാതെയുള്ള ദൈവത്തിൽ നിന്നും അകന്നുള്ളൊരു ജീവിതമാണ് അവൾ നയിച്ചത്. അതുകൊണ്ട് എന്ത് ചെയ്തു? ക്രിസ്തുവിനെ തെളിച്ചെടുക്കുകയും അവൾ ചെയ്തത്. രണ്ടാമത് എന്താ ചെയ്തത്? അടിച്ചു വാരി. നിങ്ങളുടെ വികാരി അച്ഛന്മാർ നിങ്ങളുടെ വീട്ടിലോട്ട് അമ്മാമേ, അച്ചായ, പെരുന്നാളൊക്കെ അല്ലയോ, ആദ്യ ഫലത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത എന്തായിരിക്കും? അയ്യോ, വീട് സോഫ കിടക്കുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ആണോ? എന്നാൽ അടുക്കും ചിട്ടയും വീടൊക്കെ ഇട്ടവർക്ക് അതിന്റെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? വാസ്തവത്തിൽ അച്ഛൻ വീട്ടിലോട്ട് വരുവാണെന്ന് പെട്ടെന്ന് പറയുമ്പോൾ അയ്യോ വേണ്ടിയിരുന്നില്ല എന്നേ മനസ്സിൽ പറയത്തുള്ളൂ. കാരണം എന്താ? അടുക്കും ചിട്ടയും ഒന്നും ഇല്ലാതെ കിടക്കുകയാണ്. എന്നാൽ അടുക്കും ചിട്ടയിലുമൊക്കെ വീട് കിടക്കുന്നെങ്കിൽ ഓക്കെ അച്ഛാ നമുക്ക് പോയേക്കാം, അല്ലേ? അടുക്കും ചിട്ടയും. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ശ്രേഷ്ഠമായത് കളഞ്ഞു പോകുവാൻ രണ്ടാമത്തെ കാരണം അടുക്കും ചിട്ടയും ഒന്നുമില്ലാത്ത ജീവിതമാണ്. ചില ജീവിതങ്ങളൊക്കെ ഇല്ലേ, ഭാര്യ-ഭർത്തൃ ബന്ധത്തിന്റെ താളങ്ങൾ തെറ്റിയവർ, മാതാപിതാക്കന്മാർ മക്കൾ തമ്മിലുള്ള ബന്ധത്തിന്റെ താളങ്ങൾ തെറ്റിയവർ. ഈ താളങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് പ്രിയമുള്ളവർ കുടുംബ ജീവിതം അല്ലെങ്കിൽ ശിഥിലമാകുന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ക്രിസ്തു സാന്നിധ്യത്തെ തലമുറയ്ക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കണം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ മക്കൾ നിങ്ങളോട് മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തുവിനെ ചോദിക്കുന്ന തലമുറയ്ക്ക് സാത്താനെ കൊടുക്കുന്നവരാണോ? മൂന്നാമത്, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? എന്താ ഈ മുട്ട? എന്താ മുട്ട? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മുട്ടയുടെ വെള്ളയ്ക്ക് രുചിയുണ്ടോ? വേദോസത്തിൽ ഒരാൾ ചോദിച്ച ചോദ്യം ആരാ? ആരെങ്കിലും ചോദിക്കട്ടെ. എല്ലാം ഉണ്ട്, എന്റെ അമ്മച്ചി, അപ്പച്ച. ഇതിന്റെ അകത്ത് ആരാ ചോദിച്ചത്? ഇയ്യോബ് തന്റെ സങ്കടത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ്, മുട്ടയുടെ വെള്ളയ്ക്ക് രുചിയുണ്ടോ? ഇല്ല, വേദോസത്തിലില്ലേ? ഉണ്ട്. പ്രിയമുള്ളവരെ, ചിന്തിച്ചു നോക്കിക്കേ. മുട്ട സമീകൃതമായ ആഹാരമാണ്. അതിന്റെ ഒക്കെ അപ്പുറമായി സഭയുടെ പിതാക്കന്മാർ, സുറിയാനി പിതാക്കന്മാർ മുട്ടയെപ്പറ്റി വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: കാലാന്തരത്തിൽ മറിയത്തിന്റെ ഉദരത്തിൽ വിരിഞ്ഞ അപൂർവ ഇന മുട്ടയാണ് ക്രിസ്തു എന്ന് കരുതിയ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ സുറിയാനി പിതാക്കന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ മുട്ടയുടെ ഉള്ളിൽ എന്തുണ്ട്? ഒരു പുനർനവത്തിന്റെ, ഒരു ജീവന്റെ സാധ്യതകൾ എവിടെയുണ്ട്? മുട്ടയുടെ ഉള്ളിലുണ്ട്. നന്മയുടെ പ്രതീകമാണ് എന്ത്? മുട്ട. എന്നാൽ മുട്ട ചോദിച്ചാൽ എന്ത് കൊടുക്കുമോ എന്നാ? തേളന്തിന്റെ പ്രതീകമാണ്, വിഷത്തിന്റെ പ്രതീകമാണ്. ചില മനുഷ്യന്മാരൊക്കെ ഇല്ലേ, തേളിനെ പോലെ താൻ അധിവസിക്കുന്ന ഇടങ്ങളിൽ വിഷങ്ങളാ വമിപ്പിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? ചില മനുഷ്യന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അടയാളപ്പെടുത്താറില്ലേ നമ്മൾ? പോയത് നന്നായി. എന്നാൽ ചില മനുഷ്യന്മാരോ, ഈ യൂതയെ പറ്റി പറയുന്നുണ്ട്, ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ ചില മനുഷ്യന്മാരുടെ മരണവാർത്ത അറിയുമ്പോൾ നമ്മൾ അടയാളപ്പെടുന്നത് എങ്ങനെയാണ്? ആ മനുഷ്യൻ മരിക്കാതിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. പ്രിയമുള്ളവരെ, മനസ്സിലാക്കണം, തേൾ വിഷത്തിന്റെ പ്രതീകമാണ്. തന്റെ സമൂഹത്തെ മലീമസമാക്കുന്ന, തന്റെ ദംശനമേറ്റാൽ ജീവിതം അപകടമല്ലേ? അപ്പോൾ ക്രിസ്തുവിന്റെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്:
നിങ്ങളുടെ മക്കൾ നിങ്ങളോട് മുട്ട ചോദിച്ചാൽ മുട്ടയ്ക്ക് പകരം തേളിനെ കൊടുക്കും. അർത്ഥം എന്തറിയാമോ? നമ്മിലൂടെ നന്മ ആഗ്രഹിക്കുന്ന തലമുറയ്ക്ക് നമ്മൾ പ്രതിപകരമായി തിന്മയാണോ കൊടുക്കുന്നുള്ളതാണ്. ഇന്നിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ചിന്തിച്ചു നോക്കണം. പ്രതികാര മനോഭാവമായിട്ടല്ലേ നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഈ പെരുന്നാളിനൊക്കെ ദേവാലയത്തിന്റെ ഉള്ളറകൾ നമ്മൾ ആയിരിക്കുന്നു. ശാന്തമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. സഹോദരം പിന്നിട്ട സഹോദരങ്ങൾ തമ്മിൽ പിതൃസ്വത്തിന്റെ അവകാശത്തെ ചൊല്ലി കലബല കൂടിയില്ലേ നിങ്ങൾ? ഈ പെരുന്നാളൊക്കെ നിങ്ങൾ ആഘോഷിക്കുന്നു, ശ്രേഷ്ഠമാണ്, മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടൊക്കെ. പക്ഷേ സ്വന്തം സഹോദരങ്ങളോട്, അയൽപക്ക നിവാസിയോട് മിണ്ടാതിരുന്നിട്ട് ഇവിടെ വന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന ആൾക്കാരില്ലേ? ആരോടേലും ഒക്കെയെങ്കിലും നിങ്ങൾ മിണ്ടാതിരിപ്പില്ലേ? പിന്നെ ഈ പെരുന്നാൾ ആഘോഷിക്കുന്നതുകൊണ്ട് വല്ല കാര്യം ഉണ്ടോ പ്രിയമുള്ളവരെ? പിണ്ടം പിതൃക്കക്ക് വെക്കാതെ പള്ളിക്കും കാവിനും എണ്ണി മാറ്റി അന്നത്തെ അന്നത്തിന് അന്യനെ അപഹരിക്കുന്ന മതാത്മകതയുടെ കാലമാണ് ഇതെന്ന് എഴുതിയത് മലയാള കവിതയിൽ വൈലോപ്പള്ളിയാണല്ലോ. പ്രിയമുള്ളവരെ, ചിന്തിച്ചു നോക്കണം. നമ്മൾ ആയിരിക്കുന്ന അനുഭവങ്ങളിൽ പ്രതികാരത്തിന്റെ ചില മനോഭാവമായിട്ടല്ലേ ജീവിക്കുക. കർത്താവിനെ കാൽവറിയിലേക്കൊന്ന് നോക്കിക്കേ. വല്ല പ്രതികാരമുണ്ടായിരുന്നു? പരിപരുത്ത പ്രതലമുള്ള മരക്കുരിശ് അവൻ തേടുന്നതാ. ഏകനായി ലോകത്തിൽ വന്ന് 2 കള്ളന്മാരുടെ മധ്യത്തിൽ 3 ആണികൾ മേൽ 4 ദിക്കിലേക്ക് ഉയർത്തിയ മരക്കുരിശിൽ 5 മുറിവുകളേറ്റ 6-ാം മണി സമയത്ത് 7 മൊഴികൾ മൊഴിഞ്ഞും കുറഞ്ഞത് 8 പേരുടെ സന്നിധിയിൽ വെച്ച് 9-ാം മണി സമയത്ത് പ്രാണൻ വിട്ട ക്രിസ്തുവിന്റെ ചുണ്ടുകൾ അവസാനം മന്ത്രിച്ച സപ്തമൊഴികളിൽ ഒന്നെന്താ? പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. സാധ്യമാകുന്നുണ്ടോ? സാധ്യമാകുന്നുണ്ടോ പ്രിയമുള്ളവരെ? ഇന്നിന്റെ കാലഘട്ടത്തിൽ പഴയ നിയമത്തിലെ ജോസഫിനെ നമുക്കറിയാം. ഇസ്രായേലിന്റെ സുന്ദര കോമളനായ മിസ്രൈമിന്റെ മന്ത്രി പദം വരെ അലങ്കരിച്ച ജോസഫിനെ നമുക്കറിയാം, അല്ലേ? സഹോദരങ്ങളാൽ വെറുക്കപ്പെട്ടവൻ, മാതാപിതാക്കന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ടവൻ, ചെയ്യാത്ത കുറ്റത്തിന്റെ വിഴുപ്പുപാണ്ഡം കെട്ടിച്ചമച്ച പൊത്തിപ്പറിന്റെ ഭാര്യ ജയിലറകളിലേക്ക് അടക്കപ്പെട്ടവൻ, 20 വെള്ളിക്കാശിന് മിദ്യാനിലെ കച്ചവടക്കാർക്ക് വിൽക്കപ്പെട്ടവൻ. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും ആരോടും പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ തന്റെ ആദ്യ മകന് ജോസഫ് ഇട്ട പേരെന്താണെന്നറിയാമോ? മനശ്ശെ. അർത്ഥം എന്താണെന്നറിയാമോ? എല്ലാം മറക്കുക, എല്ലാം പൊറുക്കുക, എല്ലാം ക്ഷമിക്കുക. സാധ്യമാകുന്നുണ്ടോ പ്രിയമുള്ളവരെ? പ്രതികാരത്തിന്റെ മനോഭാവങ്ങൾ ഇന്ന് കൂടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ആത്മീക ജീവിതത്തിലാണെങ്കിലും, സാമൂഹ്യ ചുറ്റുവട്ടങ്ങളിലാണെങ്കിലും, ഗാർഹിക പരിസരങ്ങളിലാണെങ്കിലും പ്രതികാരത്തിന്റെ കഥകളാണ് ഇന്ന് പലപ്പോഴും കേൾക്കുവാനായിട്ടുള്ളത്. എവിടെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം? അപ്പൊ നമ്മിലൂടെ നന്മ ആഗ്രഹിക്കുന്ന തലമുറയ്ക്ക് നമ്മൾ പ്രതിപകരമായി കൊടുക്കുന്നത് തിന്മയോ എന്നുള്ളത് ചിന്തിച്ചു നോക്കണം. ഇന്നിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് ശേഷിപ്പിക്കുന്നത് എന്താണ്? ഒരു കഥയും കൂടെ പറയാം. 1900-ന്റെ പശ്ചാത്തലമാണ്. 1940-50കളിൽ നടക്കുന്ന ഒരേ ദേവാലയത്തിൽ നടന്ന 2 കഥകളാണ് പറയുന്നത്. ഒരു വികാരിയച്ഛൻ വന്നു. വികാരിയച്ഛന്റെ കാലഘട്ടത്തിൽ ഈ കത്തോലിക്ക ദേവാലയമാണ്, പോളണ്ടിലെ ഒരു കത്തോലിക്ക ദേവാലയമാണ്. നടന്ന സംഭവമാണിത്. കത്തോലിക്ക ദേവാലയത്തിന്റെ ഉള്ളിൽ വിശുദ്ധ ബലി നടക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷ് കത്തോലിക്ക സഭയുടെ ഒക്കെ കുർബാനകൾ യൂട്യൂബിലൂടെങ്കിലും ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഈ ആളുകളുടെ മധ്യഭാഗത്തിലൂടെയാണ് ഈ സക്രാരിലേക്കുള്ള ഓസ്തിയും വീഞ്ഞുമൊക്കെ കൊണ്ടുവരുന്നത് ശുശ്രൂഷകരാണ്. അതൊരു ചെറിയ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരികയാണ്. അന്ന് നറുക്ക് വീണത് ഈ മദ്ബഹായിലെ ഏറ്റവും ഇളയ ശുശ്രൂഷകനാണ്. 12 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ച്, ഒരു ഇവിടൊക്കെ ഇരിക്കുന്ന നമ്മുടെ ഓമനത്വം തോന്നുന്ന ഈ കുഞ്ഞുങ്ങളെ പോലെ ഒരു 12 വയസ്സുള്ള ശുശ്രൂഷകൻ.
ആയിരക്കണക്കിന് ആളുകളുള്ള ഒരു വലിയ കത്തീഡ്രൽ ദേവാലയമാണ്. ഇങ്ങനെ ആളുകളുടെ മധ്യത്തിൽ വെച്ച് കുർബാനയ്ക്ക് വേണ്ടി ഇങ്ങനെ ആളുകൾ നിൽക്കുകയാണ്. ആളുകളുടെ മധ്യത്തിലൂടെ പരിചയമുള്ളവരും പരിചയമില്ലാത്ത ആളുകളുടെ മുമ്പിലൂടെ ഈ സക്രാരിലേക്കുള്ള വിശുദ്ധ കുർബാനയുടെ ഒരു ഭാഗങ്ങൾ വെച്ച അല്ലെങ്കിൽ രക്തമാകേണ്ട വീഞ്ഞ ഒരു സ്ഫടികപാത്രത്തിൽ ഇങ്ങനെ ഈ 12 വയസ്സുകാരൻ കൊണ്ടുവരിക. ഇങ്ങനെ ആളുകളെയൊക്കെ കണ്ടപ്പോഴത്തേക്കും മദ്ബഹായിലേക്ക് അല്ലെങ്കിൽ ബലിവേദിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് ഈ കുഞ്ഞു മകൻ വിറച്ച് ഈ സ്ഫടികപാത്രം താഴെ വീണ് ഈ കുർബാനയിലേക്ക് ഉപയോഗിക്കേണ്ട വീഞ്ഞ് നിലത്ത് വീഴുകയാണ്. വികാരി അച്ഛന്റെ പ്രതികരണം, ഹേ സാത്താനേ, നീ എന്താണ് ഈ കാണിച്ചത്? കർത്താവിന്റെ രക്തമാകേണ്ട വീഞ്ഞാണല്ലോ നീ കളഞ്ഞത് എന്താണ് എന്ന് പറഞ്ഞു. ആ 12 വയസ്സുകാരൻ പിന്നീട് ഒരിക്കലും മദ്ബഹായിൽ കയറിയിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചരിത്രം. അദ്ദേഹത്തിന്റെ ചരിത്രം പിന്നീട് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം വലിയ കൊലപാതകിയും ഒക്കെയായി ജയിലറുകളിലാണ് തന്റെ അവസാനം കഴിച്ചതെന്നൊക്കെയാണ് ആ മനുഷ്യനെ പറ്റി അടയാളപ്പെടുത്തുന്നത്. ഒരു 4-5 വർഷങ്ങളൊക്കെ കഴിഞ്ഞു. ഈ പഴയ വികാരിയച്ഛന്മാർ ഈ പുതിയ വികാരിയച്ഛൻ വന്നു. ഇതുപോലെ തന്നെ മറ്റൊരു 10-12 വയസ്സുള്ള ഒരു കുഞ്ഞു ബാലനും കൊണ്ടുവരികയാണ്. ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ ബാലന്റെ കയ്യിൽ നിന്നും ഈ ആളുകളുടെ മധ്യത്തിൽ വെച്ച് ഈ വീഞ്ഞ് താഴെ വീഴുകയാണ്. ആളുകളൊക്കെ സ്തബ്ധരായി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കഴിഞ്ഞ വട്ടത്തെ അച്ഛൻ പ്രതികരിച്ചത് എങ്ങനെയാ? സാത്താനെ എന്ന് വിളിച്ചാണ്. ആ മകൻ ഇന്ന് 4-5 വർഷം കഴിഞ്ഞിട്ട് പിന്നീട് മദ്ബഹായിൽ ഒന്നും കയറിയില്ലല്ലോ. ഈ വികാരി അച്ഛന്റെ പ്രതികരണം ഇങ്ങനെ കേൾക്കുവാൻ സ്തബ്ധരായി നിൽക്കുന്ന ആരാധകരുടെ മുമ്പിൽ വെച്ച ഈ അച്ഛൻ വിളിച്ചു പറയുകയാണ്, അല്ലയോ മകനെ, നിന്നിൽ ഞാനൊരു പുരോഹിതനെ കാണുന്നു, നീ പേടിക്കണ്ട, കയറിപ്പോരെ. ആ 12 വയസ്സുകാരൻ ജീവിതത്തിൽ ഒരിക്കലും ആഗ്രഹിച്ചില്ല പ്രിയമുള്ളവരെ, ഒരു പുരോഹിതനാകണമെന്ന് ആഗ്രഹിച്ചില്ല. ആ 12 വയസ്സുകാരന്റെ കഥ പിന്നീട് ചരിത്രമാണ് പ്രിയമുള്ളവരെ. തന്നെ കൊല്ലുവാൻ വന്ന മനുഷ്യനെ പോലും ജയിലറകളിൽ പോയി കണ്ട് ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, മിയാ പുൽപ്പേ എന്ന ലോകത്തോട് ചോദിച്ച് മലങ്കര സഭയിലേക്ക് കടന്നു വന്ന മലങ്കര സഭയുടെ 5ാം കാതോലിക്ക പരിശുദ്ധ ബസേലിയോസ് മർത്തോമ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാബയുടെ മുഖത്തേക്ക് നോക്കി യു ആർ ദ പോപ്പ് ഓഫ് മലങ്കര എന്ന് പറഞ്ഞ ആ 12 വയസ്സുകാരൻ പിന്നീട് കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയായി. ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ ചരിത്രമാണിത്. ഒരേ അനുഭവങ്ങളിൽ 2 പ്രതികരണങ്ങൾ. നമ്മൾ ആയിരിക്കുന്ന അനുഭവങ്ങളിൽ, നമ്മൾ ആയിരിക്കുന്ന ഇടവകളിൽ, നമ്മൾ ആയിരിക്കുന്ന സമൂഹങ്ങളിൽ തളർത്തുന്ന വാക്കുകളാണോ പ്രോത്സാഹനത്തിന്റെ വാക്കുകളാണോ നമ്മൾ ഇങ്ങനെ അയവർക്കൊണ്ടിരിക്കുക? പ്രതികാരത്തിന്റെ മനോഭാവങ്ങളുമായിട്ടല്ലേ നമ്മൾ ഇന്നിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്നതും? എന്നിട്ട് നമ്മൾ പരിമള തിരുമേനിയുടെയൊക്കെ പെരുന്നാളിനൊക്കെ ഇങ്ങനെ വരും അല്ലേ? ചിന്തിച്ചു നോക്കണം. പ്രതികാരത്തിന്റെ മനോഭാവങ്ങൾ ഇന്ന് കൂടുന്നുണ്ടല്ലോ. ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്കെങ്കിലും ഫോളോ ചെയ്യുവാനായിട്ട് സാധ്യമാവും. 2004 ഒളിമ്പിക്സ് എവിടെ വെച്ചാ നടക്കുന്ന അറിയാമോ? എവിടെ വെച്ചാ? എൻ്റെ അച്ഛ പാഠപുസ്തകത്തിന്റെ കുത്തിക്കെട്ടുകൾക്കുള്ളിലും സങ്കീർത്തനം 23 അല്ലാതെ ഞങ്ങൾ ഒന്നും വായിക്കുകയില്ല അച്ഛ. അന്ന് പറഞ്ഞേ, 2004 ഒളിമ്പിക്സ് നടക്കുന്ന എവിടെ അറിയാമോ? ഗ്രീസിലാണ്, ഏതൻസിലാണ്. ഒളിമ്പിക്സിന്റെ ജന്മദേശമായ ഗ്രീസിൽ തന്നെയാണ് നടക്കുന്നത്. 2004 ഒളിമ്പിക്സിൽ അതിലെ ഒരു ഇനമാണ് മാരത്തോൺ. നിങ്ങൾക്ക് അറിയാമല്ലോ മാരത്തോൺ എന്താണെന്നുള്ളത്. ദീർഘദൂര ഓട്ട മത്സരമാണ് ഈ മാരത്തോൺ. കൃത്യമായി പറഞ്ഞാൽ മാരത്തോണിന്റെ ദൈർഘ്യം നിയതമാണ്, കൃത്യമാണ്. ഒളിമ്പിക്സിലെ മാരത്തോണിന്റെ ദൈർഘ്യം 42 കിലോമീറ്ററും 195 മീറ്ററുമാണ്. ഒളിമ്പിക്സിലെ മാരത്തോണിന്റെ ദൈർഘ്യം 42 കിലോമീറ്ററും 195 മീറ്ററുമാണ് ഒളിമ്പിക്സിലെ മാരത്തോണിന്റെ ദൈർഘ്യം. ഈ 2004 ഒളിമ്പിക്സിൽ ലോകത്തിലെ 57 രാജ്യങ്ങളിൽ നിന്നും 101 മത്സരാർത്ഥികളാണ് 2004 ഏതൻസിലെ ഗ്രീസിൽ വെച്ചുള്ള ഈ മനോഹരമായ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്.
മാരത്തോൺ ഓട്ടം തുടങ്ങി 2 മണിക്കൂറുകൾ കഴിയുമ്പോൾ ഓട്ടം ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്നത് ബ്രസീലിന്റെ ഓട്ടക്കാരനായ, പറയാമോ, വാണ്ടർ ഡി ലീമ എന്ന ഓട്ടക്കാരനാരാ? വാണ്ടർ ഡി ലീമ എന്ന ഓട്ടക്കാരനാണ്. ബ്രസീലിന്റെ ഓട്ടക്കാരനാണ്. ഈ മനുഷ്യന് ഇനിയും തന്റെ രാജ്യത്തിന് വേണ്ടി സ്വർണം കരഗതമാക്കുവാൻ ഞാൻ നിൽക്കുന്നതും നിങ്ങളുടെ ഈ നിലവിളക്ക് അത്ര, ഈ നടുക്കിരിക്കുന്ന കടാവിളക്ക, ഈ നിലവിളക്കിന്റെ അത്ര ദൂരം മാത്രം ഓടിയാ മതി. ആർക്ക് സ്വന്തമാകും സ്വർണം? ബ്രസീലിന്റെ ഓട്ടക്കാരനായ വാണ്ടർ ഡി ലീമയ്ക്ക്. ഇനിയും അദ്ദേഹം ഓടണ്ട, പ്രിയമുള്ളവരെ, നടന്നാൽ മതി. കാരണം ഏറെക്കാതം അകലെയാണ് ഇറ്റാലിയനായ ഓട്ടക്കാരൻ സ്റ്റെഫാനോ ബാൽഡിനിയും അതിനും ഏറെക്കാതം അകലെയാണ് അമേരിക്കയുടെ ഓട്ടക്കാരനായ കെപ്ലസക്കിയും ഒക്കെ ഏറെക്കാതം അകലെയാണ്. ഇനിയും വാണ്ടർ ഡി ലീമയ്ക്ക് ഓടണ്ട, നടന്നാൽ മാത്രം മതി. അത്രമാത്രം മുൻപെയാണ് ഈ മനുഷ്യൻ. സന്തോഷത്തിൽ വാണ്ടർ ഡി ലീമ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗാലറിയിൽ നിന്നും ഭ്രാന്ത് പിടിച്ചൊരു മനുഷ്യൻ പെട്ടെന്ന് ഓട്ടക്കളത്തിലേക്ക് വരികയാണ്. എന്നിട്ടോ ഈ ഭ്രാന്ത് പിടിച്ച മനുഷ്യൻ ഈ വാണ്ടർ ഡി ലീമയെ തന്റെ കരവലയത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ വാരി പുണരുകയാണ്. ഈ മനുഷ്യന്റെ കരവലയെ ഒന്ന് മോചിപ്പിക്കുവാനായി ശ്രമങ്ങളൊക്കെ വാണ്ടർ ഡി ലീമ നടത്തി നോക്കി. പക്ഷേ ഫലമോ വിഫലം, സാധ്യമാകുന്നില്ല. ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഏറെക്കാതം അകലെയുണ്ടായിരുന്ന ഇറ്റാലിയനായ ഓട്ടക്കാരൻ സ്റ്റെഫാനോ ബാൽഡിനി ഓടുകയാണ്. തന്റേതല്ലാത്ത കുറ്റത്താൽ വാണ്ടർ ഡി ലീമയ്ക്ക് ആ ഓട്ടക്കളത്തിൽ സ്വർണം നഷ്ടമാകുന്നു. ആര് സ്വന്തമാക്കുന്നു? ഇറ്റാലിയനായ ഓട്ടക്കാരൻ തന്റേതല്ലാത്ത കുറ്റത്താൽ വാണ്ടർ ഡി ലീമയുടെ സ്വർണം നഷ്ടമായി. ഈ സ്റ്റെഫാനോ ബാൽഡിനി സുവർണ നേട്ടത്തിലേക്ക് ഓടി പൂർത്തീകരിച്ചു, സ്വർണം സ്വന്തമാക്കുന്നു. സ്വർണം കിട്ടിയില്ല, വെള്ളിയെങ്കിലും. പക്ഷേ അതിനും ഏറെക്കാതം അകലെയുണ്ടായിരുന്ന അമേരിക്കക്കാരനായ കെപ്ലസക്കിയും ഓടുകയാണ്. വെള്ളിയും വാണ്ടർ ഡി ലീമയ്ക്ക് ലഭിക്കുന്നില്ല, വെള്ളി കെപ്ലസക്കി സ്വന്തമാക്കുകയാണ്. അപ്പോഴാണ് സുരക്ഷാ സേന അംഗങ്ങളൊക്കെ ഈ ഓട്ടക്കളത്തിലേക്ക് ഓടി വരികയാണ്. എന്നിട്ടോ ഭ്രാന്ത് പിടിച്ച മനുഷ്യന്റെ കരവലയത്തിന്റെ ഉള്ളിൽ നിന്നും വാണ്ടർ ഡി ലീമയെ മോചിപ്പിച്ച് വീണ്ടും ഓട്ടക്കളത്തിലേക്ക് ഈ വാണ്ടർ ഡി ലീമയെ കൊണ്ടുവെക്കുകയാണ്. നിങ്ങളായിരുന്നെങ്കിൽ ഓടിയനേമോ? ഇല്ല, ഇല്ലേ? സൺഡേ സ്കൂളിലെ ഒരു പരീക്ഷ അടുത്ത നാളുകളിലൊക്കെ സൺഡേ സ്കൂളിലെ ഈ കലാമേളയ്ക്ക് മാർക്കിടാൻ പോയ ഒരു വിധികർത്താവ് എന്നുള്ള നിലയ്ക്ക് ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആയാലോ പള്ളിക്കുള്ളി വെച്ചാണല്ലോ ഈ റിസൾട്ട് ഒക്കെ അനൗൺസ്മെന്റ് ചെയ്യുക. അപ്പോൾ ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡോ ആയാൽ ദേവാലയത്തിന്റെ ഉള്ളിൽ വെച്ച് തന്നെ ഈ കുഞ്ഞുങ്ങളെ വിശ്വാസം പഠിപ്പിക്കുന്ന അധ്യാപകർ പറയുന്ന പല അസഭ്യ പദങ്ങൾ അടുത്ത നാളുകളിലൊക്കെ കേൾക്കുവാനായിട്ട് ഇടയായിട്ടുണ്ടോ? എന്നിട്ട് ഒരു ഉളുപ്പും മടിയുമില്ലാതെ ഈ അധ്യാപകർ തന്നെ അടുത്ത ഞായറാഴ്ച നീ കുഞ്ഞിനെ പഠിപ്പിക്കും. യേശു ക്ഷമയാണ്, യേശു സ്നേഹമാണ്. എന്തൊരു പൊരുത്തക്കേടാ! നമ്മളായിരുന്നെങ്കിൽ കരഞ്ഞ് ആ അന്തരീക്ഷത്തെ തകർത്തനുമല്ലേ? എന്നാൽ നിങ്ങൾ യൂട്യൂബിൽ നോക്കണം, 2004 ഒളിമ്പിക്സിന്റെ ചിത്രം നിങ്ങൾക്ക് യൂട്യൂബിൽ ഉണ്ട്. എങ്ങനെയാണെന്നറിയാമോ? ഈ വാണ്ടർ ഡി ലീമ പിന്നീട് ഓടിയത് സ്വർണം നഷ്ടമായി, വെള്ളിയും നഷ്ടമായി. ഏറെ മുമ്പേ ഓടി മനുഷ്യനാണ്. എന്നാൽ വാണ്ടർ ഡി ലീമ പിന്നീട് ഓടിയത് ചരിത്രത്തിലേക്കാണ്. ആയിരക്കണക്കിന് ആളുകളുള്ള ഗാലറിയോട് മുഴുവനായി കരഘോഷം മുഴക്കുവാനായി കൈ കൊണ്ടാങ്യം കാട്ടിയിട്ട് ഒരു ചിത്രശലഭത്തെ കണക്കെ കൈ ഇങ്ങനെ വിരിച്ചാർത്തുല്ലസിച്ച് ഓട്ടം പൂർത്തീകരിക്കുന്നു. തന്റേതല്ലാത്ത കാരണത്താൽ 3ാം സ്ഥാനമായ വെങ്കല മെഡൽ കൊണ്ട് തൃപ്തിയടേണ്ടി വന്ന തോറ്റുപോയ വാണ്ടർ ഡി ലീമ. വർഷം കഴിഞ്ഞു, കൃത്യം പറഞ്ഞാൽ 12 വർഷം കഴിഞ്ഞു. 2016 ലാറ്റിൻ അമേരിക്കയുടെ മണ്ണിൽ വെച്ച് ബ്രസീലാണ് ആദ്യത്തെ മരളിയത് ഒളിമ്പിക്സിനെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ഒളിമ്പിക്സിന്റെ പേരാണ്
റിയോ ഒളിമ്പിക്സ്. ബ്രസീൽ എന്ന രാജ്യത്തെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒരു ഒളിമ്പിക്സിൽ തന്നെ 4ഉം 5ഉം സുവർണ നേട്ടങ്ങൾ, സ്വർണം കരഗതമാക്കിയ കായിക താരങ്ങളെ വാർത്തെടുത്ത രാജ്യമാണ് ബ്രസീൽ. പക്ഷേ 2016 ലാറ്റിൻ അമേരിക്കയുടെ മണ്ണിൽ വെച്ച് ഈ ബ്രസീൽ ആതിഥേയത്വമരുളി ആദ്യ ഒളിമ്പിക്സ് ആയ റിയോ ഒളിമ്പിക്സിന് ദീപശിഖ തെളിയിച്ചത് 4ഉം 5ഉം സുവർണ നേട്ടങ്ങൾ സ്വന്തമാക്കിയ ആളുകളൊന്നും ആയിരുന്നില്ല. പണ്ട് ഒരു 12 വർഷം മുന്നേ തോറ്റുപോയ വാണ്ടഡ് ഡിലിമയാണ് പ്രിയമുള്ളവരെ ഈ റിയോ ഒളിമ്പിക്സിന്റെ ദീപശിഖ തെളിച്ചെന്ന് പറയുമ്പോൾ ഈ ലോകം തോറ്റുപോയവന്റേതും കൂടെയാണെന്ന് പറയേണ്ടി വരുന്നു. ഈ ലോകം ചില മൂല്യങ്ങൾക്ക് വേണ്ടി വീണുപോയവന്റേതാണെന്ന് പറയേണ്ടി വരുന്നു. നമ്മളെല്ലാം ഡയസ്പോറ കമ്മ്യൂണിറ്റിയിലൊക്കെ ആളുകളാണ്. നിങ്ങളെങ്കിലും നമ്മളെല്ലാം ഒന്നിപ്പിക്കുന്ന ഒരൊറ്റ ഘടകമേ ഉള്ളൂ. എന്താ മലയാളികൾ എന്നുള്ള വലിയ അനുഭവമാണ്. ലോകത്തിലെ എല്ലാ ദേശീയ ഉത്സവങ്ങളെ പറ്റി നിങ്ങളൊന്ന് പഠിച്ചു നോക്കിക്കോളൂ. ജയിച്ചവന്റെ ഓർമ്മകളെയാണ് ലോകത്തിലെല്ലാവരും ദേശീയ ഉത്സവമായി കൊണ്ടാടുന്നത്, അല്ലേ? എന്നാൽ മലയാളിയോ തോറ്റവന്റെ ഓർമ്മകളെ ദേശീയ ഉത്സവമായി കൊണ്ടാടുന്ന ഒരേ ഒരു ആൾക്കാർ ആര് മാത്രമാണ്? മലയാളി മാത്രമാണ്. 3 അടി മണ്ണ് ചോദിച്ചവന്റെ മുമ്പിൽ നമ്രശിരസനായി നിന്ന് സർവവും സമർപ്പിച്ച ഒരു മാവേലിയാണ് പ്രിയമുള്ളവരെ ഓണത്തിലൂടെ നമ്മൾ വരവേൽക്കുവാനായിട്ട് ശ്രമിക്കുന്നെന്ന് പറയുമ്പോൾ മലയാളി ലോകത്തെ പഠിപ്പിക്കുന്ന വലിയ നിദർശനമാണ്. ഈ ലോകം തോറ്റുപോയവന്റേതും കൂടെയാണ്. പ്രിയമുള്ളവരെ, എന്തിനിത് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പ്രതികാരത്തിന്റെ മനോഭാവങ്ങൾ, ചില പ്രതികരണത്തിന്റെ മനോഭാവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇവിടെ ഇതാ നമ്മിലൂടെ നന്മ ആഗ്രഹിക്കുന്ന തലമുറയ്ക്ക് നാം അറിഞ്ഞോ അറിയാതെയൊക്കെയോ തലമുറകളായി കൊടുത്തുകൊണ്ടിരിക്കുക ഈ ക്രിസ്തു സാന്നിധ്യത്തെയാണോ? അതുകൊണ്ട് തലമുറയുടെ ജീവിതത്തിലേക്ക്, അനന്തര തലമുറയിലേക്ക് ഒരു ചെന്നുനോട്ടമായി എത്തിനോട്ടമായി നമ്മളുടെയൊക്കെ ആത്മീക ജീവിതത്തിന്റെ അനുഭവങ്ങൾ മാറേണ്ടിയിരിക്കുന്നു. അവരിനെ ചേർത്ത് പിടിക്കുന്ന ഒരു ബദൽ ആത്മീകതകളുടെ സംസ്കാരങ്ങൾ ഇന്നിന്റെ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇന്ന് ഞാനും എന്റെ വീട്ടുകാർ മാത്രം എന്നുള്ള രീതിയിലേക്കൊക്കെ നമ്മുടെ മതജീവിതം മാറുമ്പോൾ പ്രിയമുള്ളവർ എവിടെയാണോ അവരുടെ ജീവിതത്തിന് നന്മ കൊടുക്കുവാനായിട്ട് സാധ്യമാകുക? വല്ലാത്ത മതിലുകളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ആണോ? നമ്മുടെയൊക്കെ വീടുകളിൽ, നാട്ടിലുള്ള വീടുകളിലൊക്കെ വലിയ വലിയ മതിലുകളാണ് നിങ്ങളുടെയൊക്കെ, ഇല്ലയോ? മതിലുകളിൽ പണ്ടുമുണ്ടായിരുന്നു അതിരുകൾ തിരിച്ച വേലികൾ. പണ്ടൊക്കെ നമ്മുടെ അപ്പച്ചന്മാരൊക്കെ ഈ അതിരുകൾ തിരിക്കുന്ന എന്ത് വെച്ചായിരുന്നു? എന്തായിരുന്നു? കൊന്നയും ചെമ്പരത്തിയും ഇല്ലേ ഒക്കെ തെറ്റിയും ഒക്കെ വെച്ചാ നമ്മുടെ അതിരുകൾ തിരിച്ചുകൊണ്ടിരുന്നത്. അവരുടെ സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ എന്താ? അയൽപക്ക നിവാസിയോട് ഇടയടുപ്പത്തോടുകൂടി പൂത്തുലഞ്ഞു നിൽക്കുന്ന അവരുടെ സ്വഭാവത്തിന് തന്നെ ഭാഗമായിരുന്നു അവരുടെ മതിലുകളൊക്കെ. ഇന്നോ നല്ല കോൺക്രീറ്റ് മതിലുകൾ വെക്കും, എന്നിട്ടോ അതിന്റെ മുകളിൽ കുപ്പിച്ചില്ലും വെക്കും, ആണിയും വെക്കും. ഇല്ല, എന്തിനു വേണ്ടിയാ? നമ്മുടെ സ്വഭാവം എന്താ? എന്റെ പറമ്പിലേക്ക് കയറുന്നവൻ മുറിഞ്ഞ് മാത്രമേ പോകാവൂ എന്നുള്ളതാ നമ്മുടെ സ്വഭാവത്തിന്റെ നിദർശനമാണ്. എന്നിട്ടോ നമ്മുടെ മതിലുകൾ ചേർക്കുന്ന ഗേറ്റുകളിൽ മനോഹരമായ ഒരു ബോർഡ് കൊണ്ടുവെക്കുക. എന്താ? പട്ടിയുണ്ട്, ബിവെയർ ഓഫ് ഡോഗ്സ്, അല്ലയോ? ഇത് യഥാർത്ഥത്തിൽ വേദപുസ്തകവാക്യമല്ലോ ആണോ? ആണ്. വേദപുസ്തകം വായിക്കുന്നവർക്കറിയാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യമാണ്. അന്നെടുത്ത് വായിച്ചേ. അയ്യോ, ഇത് പലർക്കും ഇപ്പോഴാണ് അറിയുന്നത് വേദപുസ്തകവാക്യമായിരുന്നില്ലയോ? പട്ടിയുണ്ട്, സൂക്ഷിക്കുക. വേദപുസ്തകവാക്യമാണ്, പക്ഷെ ഉണ്ട് വേദപുസ്തകത്തിൽ, വായിക്കണം. ഫിലിപ്പിയർ 3:2. എന്താ? എവിടെ ഈ ഫിലിപ്പിയർ? നായ്ക്കളെ സൂക്ഷിപ്പീൻ. അപ്പോൾ എടാ, ബിവെയർ ഓഫ് ഡോഗ്സ് എന്നുള്ളത് യഥാർത്ഥത്തിൽ. അപ്പോൾ ഇത് വേദപുസ്തക വാക്യമാണെന്ന് ഇന്നല്ലേ നിങ്ങൾ മനസ്സിലാക്കിയത്? എല്ലാം ഉണ്ട് എന്റെ അമ്മച്ചി, വേദപുസ്തകത്തിൽ വായിക്കണം. അവിടെയാണ് പ്രിയമുള്ളവരെ വേർപാടിന്റെ നടിച്ചോരുകളെ ഇടിച്ചു കളയുവാനാ പരിശുദ്ധനായ പൗലോസ്ലീഹ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അയൽപക്ക നിവാസികളോട് അല്ലെങ്കിൽ ആ സഹജീവികളോട് വേർപാടിന്റെ നടിച്ചുവരുകളുമായി ജീവിച്ചിരിക്കുന്ന ആളുകളായി നമ്മൾ മാറുകയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്നൊരു കൃതിയുണ്ട്, കേട്ടിട്ടുണ്ടാവും. അതിൽ തന്റെ പ്രണയത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്ന സെൻട്രൽ ജയിലിലെ പടുകൂറ്റൻ മതിലുകളെ പറ്റി വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നുണ്ട്.
മതിലുകളുടെ 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 അനേകം അനേകം മതിലുകളുടെ അകത്തളങ്ങളിലാണ് നാം. അല്ലേ പ്രിയമുള്ളവരെ? നമ്മുടെ ഇവിടെയൊക്കെ ആയിരിക്കുന്നു. തൊട്ട് അപ്പുറത്ത് നിൽക്കുന്നവനോട് ഒന്ന് മിണ്ടിയോ നിങ്ങൾ? അല്ലെ അവനോട് നല്ലൊരു സമ്മാനമായി ഒരു ചിരി കൊടുക്കുവാനായിട്ട് സാധിച്ചോ? നല്ലൊരു സ്നേഹത്തിന്റെ സ്പർശനം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നുണ്ടോ? സ്നേഹത്തിന്റെ അനുഭവങ്ങളെ ഒന്ന് വീണ്ടെടുക്കുവാനായിട്ട് സാധ്യമാകുന്നുണ്ടോ? പ്രിയ ശിഷ്യനോട് തന്റെ ഗുരു ചോദിക്കുകയാണ്, അല്ലയോ പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പൊ പത്രോസ് എന്താ പറയുക? ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ആദ്യമേ പറയുന്നത്. രണ്ടാമതും മൂന്നാമതും ചോദിക്കുമ്പോൾ പത്രോസ് അവിടെ എഴുതി വെച്ചില്ലെങ്കിലും നമ്മൾ വായിച്ചെടുക്കേണ്ടത് ഇങ്ങനെയാണ്. പത്രോസ് പുറത്തു പോയി പൊട്ടിക്കരഞ്ഞെന്ന് തന്നെയാ ചോദ്യം മൂന്നാവർത്തി തന്റെ ഗുരു ചോദിച്ചപ്പോൾ ആവർത്തിക്കുന്നത്. ഇന്ന് ഈ പ്രബോധന ശുശ്രൂഷയ്ക്ക് ശേഷം നിങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളികളോട് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇന്ന് പാവിരിക്കുമ്പോൾ ആ പായിലിരുന്നു കൊണ്ട് ജീവിത പങ്കാളിയോട്, ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ചോദിക്കണം, അല്ലയോ പ്രിയപ്പെട്ടവനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇവിടെ വരാത്ത പങ്കാളികൾ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവർ ചോദിക്കുമ്പോൾ അവരുടെ കൈവാക്കിന് മാറി നിൽക്കണം. വെല്ലം അടിയൊക്കെ കിട്ടിയാൽ എന്നെ വിളിക്കരുത്. അല്ലയോ പ്രിയമുള്ളവളെ, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിനക്ക് എന്നെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളായിരിക്കുന്ന അനുഭവങ്ങളോടുകൂടി സ്നേഹിക്കുവാൻ സാധ്യമാകുക എന്നുള്ളതാണ് നന്മ. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ ആ ചെറിയ അജഗണത്തെ നിങ്ങളൊന്ന് നോക്കിക്കേ. 12 പേരും എത്രയോ കുറവുകളുള്ള മനുഷ്യന്മാരല്ലേ? ആ കുറവുകളുള്ള മനുഷ്യന്മാരെയ കർത്താവ് ദൗത്യ നിർവഹണത്തിന് വേണ്ടി വിളിച്ചെടുക്കുന്നത്. അതിൽ സംശയാലുവായ തോമായുണ്ട്, സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ച സബദിപുത്രനുണ്ട്, തീവ്രവാദിയായ ശീമോനുണ്ട്, തള്ളിപ്പറഞ്ഞ പത്രോസുണ്ട്, ഒറ്റിക്കൊടുത്ത യൂദയുണ്ട്, യഹൂദനായിരുന്നെങ്കിലും റോമ ഗവൺമെന്റിന് വേണ്ടി നികുതി പിരിച്ചുകൊണ്ടിരുന്ന ചുങ്കക്കാരൻ മത്തായിയുമുണ്ട്. ആ കൂട്ടങ്ങളിൽ അവരുടെ കുറവുകളോടുകൂടി അവരെ ചേർത്ത് പിടിക്കുന്നതാണ്. നമ്മുടെ കുറവുകളോടുകൂടി തന്നെ ചേർത്ത് പിടിക്കുവാൻ സാധ്യമാവണം. പക്ഷേ കുറവുകളോടുകൂടി ചേർത്ത് പിടിക്കുമ്പോൾ ഇന്നിന്റെ കാലഘട്ടത്തിൽ യഥാർത്ഥപരമായ ചൈതന്യത്തോടുകൂടി ജീവിക്കുവാനും സാധ്യമാവണം. നിങ്ങൾക്കറിയാം, സാധാരണ ഞങ്ങൾ വൈദികർ ഈ വിവാഹ ശുശ്രൂഷയൊക്കെ ആശ്രയിച്ച് കഴിയുമ്പോൾ സാധാരണ ഉപദേശങ്ങളിൽ കടന്നു വരുന്നൊരു വാക്യമാണ് സങ്കീർത്തനം 118. എന്താ? നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് മുന്തിരിവള്ളി പോലെ, മുന്തിരിവള്ളി പോലെ. എന്താ അർത്ഥം? എന്താ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും ഈ വിവാഹ കൂദാശ അനന്തരം എന്താവണം? മുന്തിരിവള്ളി ആകണമെന്ന് അർത്ഥം. അതിന് പൗരസ്ത്യ സഭയുടെ പിതാക്കന്മാരുടെ വ്യാഖ്യാനം എന്തെന്നറിയാമോ? എന്താ? ക്രിസ്തുവാകുന്ന താഴ്ത്തണ്ടിലേക്ക് സഭയാകുന്ന മണവാട്ടി അല്ലെങ്കിൽ ഒട്ടിച്ചു ചേർക്കണം, അത്രമാത്രം ചേർന്ന് നിൽക്കണമെന്നൊക്കെയാണ് സഭ അതിന് വ്യാഖ്യാനിക്കുന്നത്. എന്റെ ഒരു വിചാരം, ഈ മുന്തിരിവള്ളിക്ക് മാത്രം ഒരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയാമോ? ലോകത്തിലെ എല്ലാ കൃഷിയിൽ നിന്നും മുന്തിരി കൃഷിക്ക് മാത്രം ഒരു പ്രത്യേകത ഉണ്ട്. ഇടവിള കൃഷികൾ പറ്റാത്ത ലോകത്തിലെ ഏക കൃഷിയാണ് ഏതാ? മുന്തിരിവള്ളി. അപ്പോൾ നമ്മുടെ കോട്ടയത്തേക്കുള്ള അച്ചായന്മാരൊക്കെ പറയും, അച്ഛാ റബ്ബറിന് പറ്റത്തില്ലല്ലോ. പറ്റും. റബ്ബറിന് 5-6 വർഷമൊക്കെ ഇടവിള കൃഷികൾ ചെയ്യാൻ പറ്റും. ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടവിള കൃഷികളൊന്നും പറ്റുകയില്ലെന്ന് അർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താ? നല്ലതല്ലാത്ത വാട്സപ്പ് ചാറ്റുകളുടെ ഇടവിള കൃഷികൾ, നല്ലതല്ലാത്ത പരിചയങ്ങളുടെ ഇടവിള കൃഷികൾ, നല്ലതല്ലാത്ത ശീലങ്ങളുടെ ഇടവള കൃഷികളൊന്നും പിന്നീട് മനസ്സിലായല്ലോ. ഇടവള കൃഷികൾ ഈ കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അർത്ഥം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളിലൂടെ നന്മകൾ കൊടുക്കുവാൻ, നമ്മളിലൂടെ സ്നേഹങ്ങൾ കൊടുക്കുവാൻ സാധ്യമാവണം. വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. 3 ചോദ്യങ്ങളാണ് ക്രിസ്തു ചോദിക്കുന്നത്. 1, നിങ്ങളുടെ മക്കൾ നിങ്ങളോട് അപ്പൻ ചോദിച്ചാൽ കഞ്ഞി കൊടുക്കുമോ? അർത്ഥം എന്താ? ദഹനശേഷിയുള്ള ആഹാരം ചോദിക്കുന്ന തലമുറയ്ക്ക് ദഹനശേഷി ഇല്ലാത്ത ആഹാരം കൊടുക്കുന്നവരാണോ? രണ്ടാമത്തെ ചോദ്യം എന്താ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുന്നവരാണോ? എന്താ അർത്ഥം? ക്രിസ്തുവിനെ ചോദിക്കുന്ന തലമുറയ്ക്ക് സാത്താനെ കൊടുക്കുന്നവരാണോ? 3 എന്താ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? എന്ന് പറഞ്ഞാൽ നമ്മളിലൂടെ നന്മ ആഗ്രഹിക്കുന്നവർക്ക് തിന്മ കൊടുക്കുമോ എന്നുള്ളതാണ്. നമ്മൾ ചോദ്യത്തിന്റെ അർത്ഥമേ ഞാൻ പറഞ്ഞുള്ളൂ. ഉത്തരം കണ്ടുപിടിക്കേണ്ടത് നിങ്ങളാ.
ഒരു തിരിച്ചറിവ്. ഈ പെരുന്നാളിന്റെ ഈ രണ്ടാം സന്ധ്യയെ അവസാനിക്കുന്ന ഈ മാത്രയിൽ ഈ ചോദ്യത്തിന്റെ അർത്ഥങ്ങൾ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധ്യമാവണം. സമയം താമസിച്ചിട്ടൊന്നുമില്ല. ഒരു തിരിഞ്ഞു നോട്ടത്തിലേക്ക്, ഒരു തിരിച്ചറിവിലേക്ക് വരാനുള്ള സമയം ഇതുതന്നെയാണ് പ്രിയമുള്ളവരെ. ഇപ്പോൾ തന്നെയാണ് ഒരു തിരിഞ്ഞുനോട്ടം നമുക്ക് ഉണ്ടാവണം. സമയം താമസിച്ചു, അയ്യോ എനിക്ക് 90-95 വയസ്സായി. നോ പ്രിയമുള്ളവരെ, ഈ സമയമാണ് അതിനുവേണ്ടിയുള്ള സമയം. ഒരു തിരിഞ്ഞുനോട്ടം നടത്തണം. തന്റെ പ്രിയ ശിഷ്യന്മാരെ നിങ്ങളൊന്ന് നോക്കിക്കേ. ബഥേലിലും ബഥാനിയിലും ബത്സീദയിലും ബത്ഫാഗയിലും ബത്ലഹേമിലും ഒക്കെ നീണ്ട അവന്റെ 3.5 വർഷത്തെ പ്രേക്ഷിത ദൗത്യത്തിന് ശക്തി പകർന്ന അപ്പോസ്തലന്മാരും പോലും തിരിച്ചറിഞ്ഞത് എത്രമാത്രം താമസിച്ച അല്ലേ? ആണോ? പ്രിയ ശിഷ്യൻ പത്രോസ് തന്റെ ഗുരുവിനെ ഏറ്റുപറഞ്ഞപ്പോൾ ഒരു പാതിരാക്കോഴിയുടെ കൂവൽ വേണ്ടി വന്നു പ്രിയ ശിഷ്യൻ പത്രോസിന് ഒന്ന് ഗുരുവിനെ ഏറ്റുപറയുവാൻ. സ്നേഹിത എന്ന ഭയനീയമായ വിളി വേണ്ടി വന്നു. അത്താഴ സമയത്ത് യഥാർത്ഥ സ്നേഹത്തിന്റെ പ്രകടിത ഭാവമായ ചുംബനം കൊണ്ടകന്ന യൂദയ്ക്ക് തമ്പുരാനെ ഒന്ന് തിരിച്ചറിയുവാൻ അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ വേണ്ടി വന്നു. പക്ഷെ തിരിച്ചറിഞ്ഞപ്പോഴേക്കും രക്തനിലത്തിന്റെ മരത്തിന്റെ ശിഖരങ്ങളിൽ ആ ജീവിതം ഇങ്ങനെ ആടി ഉലയുകയായിരുന്നില്ലേ? എന്തിനധികം പറയുക, ഭാരതത്തിന്റെ അപ്പോസ്തലൻ മാർത്തോമാ ശ്ലീഹായ്ക്കോ അവന്റെ ഉത്താന പെരുന്നാളിനും ശേഷം വേണ്ടി വന്നു അവന്റെ പച്ചമുറിവിനോളം നടന്നെടുത്ത എന്റെ കർത്താവും എന്റെ ദൈവമേ എന്ന വിശ്വാസ പ്രഖ്യാപനം വിളിച്ചു പറയുവാൻ. അതുകൊണ്ട് കാലം താമസിച്ചിട്ടില്ല. ആ തിരിച്ചറിവ്, തിരിഞ്ഞുനോട്ടം നമുക്കുണ്ടാവട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നല്ല ശ്രദ്ധയ്ക്ക് നല്ല നന്ദി. ദൈവനാമം മാത്രം മഹത്വീകരിക്കപ്പെടട്ടെ.